ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും നിങ്ങളോടൊപ്പമായിരിക്കാൻ പരിശുദ്ധ തൃത്വം എനിക്ക് പകർന്നു തന്ന അനുഗ്രഹീതമായ നിമിഷങ്ങൾക്ക് എല്ലാ മഹത്വവും അർപ്പണം ചെയ്യുകയാണ്. അല്പനേരത്തെ അനുവദനീയമായ സമയത്ത് ദൈവവചനത്തിൻ്റെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 52-ാമത് വാക്യം. ശിഷ്യന്മാർ സന്തോഷവും നിറഞ്ഞതായി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞതിനാലുള്ള സന്തോഷം, അതിനാലുള്ള പ്രവൃത്തിയുടെ വൈശിഷ്ട്യം, അതിനാലുള്ള ദൈവസഭയുടെ സ്ഥാപനം, അതിൻ്റെ വ്യാപനം, ആദിയായി ചിന്താധാരകളുടെ അനുഗ്രഹീതമായൊരു വിശ്രുത ഗ്രന്ഥമാണ് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം. ഈ വാക്യമാണ് നിങ്ങൾക്ക് നൽകുവാൻ ദൈവാത്മാവ് എനിക്ക് നിയോഗം നൽകിയത്. കോട്ടയം വാഴൂര് ആണ് ഞാൻ താമസിക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ ചർച്ചിൽ ചില ദിവസങ്ങളായിട്ട് ഉപവാസ പ്രാർത്ഥന തുടർമാനമായി നടന്നു വരികയാണ്. മിക്കവാറും അത് 9:45, 10 മണിയൊക്കെ ആകുമ്പോഴാണ് തീരുക. പക്ഷേ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിനുള്ള ബന്ധത്തിൽ അല്പം നേരത്തെ ഞങ്ങൾ പിരിഞ്ഞു. ദൈവമക്കളൊക്കെ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ ചർച്ചിനകത്ത് തന്നെ സ്വസ്ഥമായൊരിടം തേടിയതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഗാന ശുശ്രൂഷയുടെ എല്ലാ പാട്ടുകളും കേൾക്കാൻ എനിക്ക് അവസരമുണ്ടായില്ല. എങ്കിലും ആ ശുശ്രൂഷ നിർവഹിച്ച പ്രിയപ്പെട്ടവർക്ക് വിശേഷാൽ ഞാൻ ആദരവ് അറിയിക്കുന്നു, വന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവ് ശക്തമായി വീണ്ടും പ്രയോജനമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്തൃ ശുശ്രൂഷയിൽ ശോഭിക്കുന്ന ദൈവദാസന്മാർ പലരുമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരെ എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഒടുവിൽ പ്രാർത്ഥിച്ച കർത്തൃദാസൻ അടക്കമുള്ള എല്ലാവർക്കും ഞാൻ എൻ്റെ പ്രത്യേക ആദരവുകൾ അറിയിക്കുകയാണ്. ഞാൻ അല്പം തിരക്കായിരുന്നത് കൊണ്ട് നേരത്തെ ജോയിൻ ചെയ്യാനും കാര്യങ്ങളെ ഒന്ന് നോക്കിക്കാണാനും കഴിയാതെ പോയിട്ടുണ്ട്. അതിൽ സദയം ക്ഷമാപണം. തുടർന്നുള്ള നേരം ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ആലോചനകളിൽ ലഭിപ്പാൻ കർത്താവ് കൃപ തരുമാറാകട്ടെ. 13-ാം അധ്യായം അതിൻ്റെ 52-ാമത് വാക്യം. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തീർന്നു ശിഷ്യന്മാരെന്ന് വിളിക്കുന്നത് അന്നത്തെ വിശ്വാസ സമൂഹത്തെയാണ്. ആദിമസഭയിലെ വിശ്വാസ സമൂഹത്തെ ശിഷ്യന്മാരെന്നാണ് അപ്പോസ്തലപ്രവൃത്തിയിലുടനീളം നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പ്രാരംഭത്തിലൊന്ന് ഓർമ്മപ്പെടുത്താം. അതിനുശേഷം പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തെ ആസ്പദീകരിച്ചുകൊണ്ട് ചില വിചാരങ്ങൾ നിങ്ങളുടെ പരമാർത്ഥ ഹൃദയത്തിലേക്ക് ഉണർത്തുവാനാണ് ഇന്ന് രാത്രി എനിക്ക് കിട്ടിയ നിയോഗം. അതിനെ ഞാൻ നിരുപാധികം ഏറ്റെടുക്കുകയാണ്. ഓക്കെ, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം ഒരു ചരിത്ര ഗ്രന്ഥമാണ്. ഡോക്ടർ ലൂക്ക് എന്ന അനുഗ്രഹീതനായ വിശ്രുതനായ ഒരു സ്കോളറാണ് ഈ പുസ്തകത്തിൻ്റെ നിർമ്മിതാവ്, രചയിതാവ് എന്ന് നാം അറിയണം. അദ്ദേഹം തന്നെ ഒരു സുവിശേഷ ഗ്രന്ഥവും കൂടെ നമുക്ക് നൽകി തന്നിട്ടുണ്ട്. രണ്ടും തികവാർന്ന ഗ്രന്ഥമാണ്. ഇതിൻ്റെ ഗ്രന്ഥങ്ങളാണ്. ഇതിൻ്റെ ആവിഷ്കാര ഭംഗി വളരെ ശ്രേഷ്ഠമാണ്. വളരെ കൃത്യതയോടുകൂടെ, ചരിത്രബോധത്തോടുകൂടെ, അപ്പോൾ തന്നെ ഒരു ഡോക്ടറുടെ കാഴ്ചപ്പാടോടുകൂടെ ഇതിനകത്ത് വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ പൂർണ്ണത നമുക്ക് ഈ രണ്ട് ഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട്. മത്തായി എഴുതിയതുപോലെ, മർക്കോസ് എഴുതിയതുപോലെ, യോഹന്നാൻ എഴുതിയതുപോലെ സംഭവങ്ങളെ തൊട്ടുണർത്തി പോവുക മാത്രമല്ല, അതിൻ്റെ ഒരു ക്ലാരിറ്റി ലൂക്കോസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതിന് ഇന്ന് രാത്രിയിലെ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു വാക്യം ലൂക്കോസിൻ്റെ സുവിശേഷ ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ തരാം. 1-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യം ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും നാം സൂക്ഷിക്കേണ്ട അനുഗ്രഹീതമായ ചില പ്രായോഗിക നിർദ്ദേശങ്ങളാണ് എന്നറിയണം. ലൂക്കോസ് 1:3-4 അപ്പോസ്തലപ്രവൃത്തിയിൽ നിന്നാണ് നമ്മൾ വായിച്ചത്. പക്ഷേ ഗ്രന്ഥകാരൻ അദ്ദേഹത്തിൻ്റെ ആവിഷ്കാര തത്വം, ഒരു കാര്യം പറയുവാൻ, പ്രസംഗിക്കുവാൻ, എഴുതുവാൻ അദ്ദേഹം സൂക്ഷിക്കുന്ന മൂല്യബോധം എന്താണെന്നറിയാൻ ലൂക്കോസ് 1:3-4 നമ്മൾ അറിയേണ്ടതുണ്ട്. നിനക്ക് ലഭിച്ച വാർത്തയുടെ നിശ്ചയം കണ്ടോ, ആ പദത്തിനിടയിൽ വര കൊടുക്കണം. നിശ്ചയം. നിശ്ചയമുള്ളത് മാത്രമേ പറയാവൂ, നിശ്ചയമുള്ളത് മാത്രമേ ചെയ്യാവൂ, നിശ്ചയമുള്ളത് മാത്രമേ അപരന് കൈമാറാവൂ,
നിശ്ചയമുള്ളത് മാത്രമേ വാട്സപ്പോ യൂട്യൂബോ ഫേസ്ബുക്കോ ട്വിറ്ററോ ഇൻസ്റ്റാഗ്രാമിലോ ഫോർവേഡ് ചെയ്യാവൂ. നിശ്ചയമില്ലാത്ത ഒന്നും ഫോർവേഡ് ചെയ്യരുത്. നമ്മൾ 100 പേർക്ക് ഫോർവേഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ആരെങ്കിലും വിവരമുള്ളവർ പറയും, സാറേ അത് ഫേക്ക് ന്യൂസ് ആണ് കേട്ടോ, അതിനെ ആർക്കും കൊടുക്കല്ലേ. അന്നേരം ഒരുമാതിരി ചമ്മിയ അനുഭവം ഉണ്ട് നമുക്ക്. എന്തെങ്കിലും കിട്ടാനിരിക്കാൻ നമ്മൾ വാരി വിതറാൻ. പക്ഷെ ലൂക്കോസ് പറയുന്നു, നിശ്ചയമുള്ളത് മാത്രം പറയണം, ചെയ്യണം, ഫോർവേഡ് ചെയ്യണം. ഓക്കെ. അതുപോലെ അടുത്ത സംഗതി, നിശ്ചയമുള്ളത് അറിയിക്കേണ്ടത് അത് ക്രമം വേണം. പറയുന്നതിനും എഴുതുന്നതിനുമെല്ലാം ക്രമം വേണം. ഓക്കെ. മൂന്നാമത്, അത് സൂക്ഷ്മമായി പരിശോധിച്ചന്തരം. ഫ്രം ദ ബിഗിനിങ്. ആ സൂക്ഷ്മ പരിശോധന ഫ്രം ദ ബിഗിനിങ് ആണ്, ആദ്യം മുതലേ സൂക്ഷ്മമായി. ഈ 3 കാര്യങ്ങൾ പലപ്പോഴും നമുക്കില്ലാതെ പോകുന്നത് കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ എളിഭ്യരാകുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കുറ്റവാളികളാകും. നമ്മൾ അറിഞ്ഞില്ല വ്യക്തമായി, നമ്മൾ കേട്ടില്ല വ്യക്തമായി, നമ്മുടെ ഒരു ധാരണയിൽ നമ്മൾ കയറി അങ്ങ് പെരുമാറിയത്, നമ്മൾ അഭിപ്രായം പറഞ്ഞത്, ഒടുവിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകേണ്ടതായി വരും. അപ്പോൾ ഈ 3 തത്വങ്ങൾ ജീവിതത്തിൽ നാം സൂക്ഷിക്കണം. നിശ്ചയം, ആത്മീയ വിഷയങ്ങൾ നിശ്ചയം വേണം, വചനത്തിൽ നിശ്ചയം വേണം. ഓക്കെ. സംഭവങ്ങൾ നിശ്ചയം വേണം, അതിൻ്റെ കാലം, അതിൻ്റെ കണക്ക്, അതിൻ്റെ ഭൂമിശാസ്ത്രം, അതിൻ്റെ ചരിത്രഭാഗം, ആരെഴുതി, എന്തിനെഴുതി, എന്നാ എഴുതിയത്, എന്തിനു വേണ്ടിയായിരുന്നു, ഇതെല്ലാം നന്നായി നിശ്ചയത്തോടെ വേണം. അപ്പോൾ തന്നെ ക്രമം, അവതരിപ്പിക്കുന്നതിന് ക്രമം വേണം. അപ്പോൾ തന്നെ സകലത്തെയും സൂക്ഷ്മമായി പരിശോധിക്കണം. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ലൂക്കോസ് തൻ്റെ സുവിശേഷ ഗ്രന്ഥം എഴുതുമ്പോൾ ആദ്യം ഈ ഗബ്രിയേൽ ദൂതൻ മറിയയുടെ അടുക്കൽ വന്ന്, അത്യുന്നതന ശക്തി നിന്റെ മേൽ നിഴലിടും, അപ്പോൾ വിശുദ്ധ പ്രജ ഉണ്ടാകുമെന്നല്ല പറയുന്നത്. മത്തായിയും മർക്കോസും ഒക്കെ അങ്ങനെ പറയുക. ആദ്യം ഗബ്രിയേൽ ദൂതനെ മറിയയുടെ അടുക്കിലേക്ക് വിടുക. പക്ഷേ യേശുവിൻ്റെ മുന്നോടിയായി വരാൻ പോകുന്ന യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെക്കുറിച്ച് അവൻ്റെ അപ്പനായ വൃദ്ധനായ മനുഷ്യൻ സക്കറിയാവിൻ്റെ അടുക്കിലേക്കാണ് ആദ്യം ഗബ്രിയേൽ ദൂതൻ പോകുന്നത്. ആ ചരിത്രം അതാണ് ക്രമം എന്ന് പറയുന്നത്. ക്രമം വളരെ ഭംഗിയാർന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ക്രമം. സൂക്ഷ്മ നിരീക്ഷണം എന്ന് പറയുന്നത് ലൂക്കോസിൻ്റെ എഴുത്തുകളിൽ ഗംഭീരമാണ്. അപ്പോസ്തല പ്രവൃത്തിയിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. പത്രോസിൻ്റെ അമ്മാവിയമ്മയ്ക്ക് പനിയായിരുന്നു എന്നാണ് മത്തായിയും മർക്കോസും പറയുക. കഠിന ജ്വരമായിരുന്നു എന്നാണ് ലൂക്കോസ് പറയുന്നത്. അതാണ് സൂക്ഷ്മമായി വീക്ഷിക്കുക. ഓക്കെ. പത്രോസ് മഹാപുരോഹിതന്റെ ദാസന്റെ കാതറുത്തു. ഏത് കാതാന്ന് മത്തായിയും മർക്കോസും പറയുന്നില്ല. ലൂക്കോസ് പറയുന്നു വലത് കാതറുത്തു. യേശു പള്ളിയിൽ ചെന്നപ്പോൾ കൈവരണ്ട ഒരു മനുഷ്യനെ കണ്ടു. ഏത് കൈയാണെന്ന് അവർ പറയുന്നില്ല. പക്ഷെ സൂക്ഷ്മമായി പരിശോധിച്ച ലൂക്കോസ് മാത്രം പറയുന്നു വലത് കൈ വരണ്ട ഒരു മനുഷ്യൻ. ഏറിയ വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചവൾ എന്ന രക്തസ്രവക്കാരി സ്ത്രീയെക്കുറിച്ച് ബാക്കിയുള്ളവരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ലൂക്കോസ് എന്ന ഡോക്ടർ പറയുകയാണ്, ഇനി ഒരു വൈദ്യനും സൗഖ്യമാക്കാൻ കഴിയാത്തവളുമായൊരു സ്ത്രീ. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് കയറാൻ സമയം കിട്ടത്തില്ല. ഒത്തിരി കാര്യങ്ങൾ പറയാൻ പറ്റും. സൂക്ഷ്മമായി പരിശോധിക്കുക, നിശ്ചയമുള്ളത് പറയുക, അത് ക്രമമായി അവതരിപ്പിക്കുക. ഡോക്ടർ ലൂക്കിൻ്റെ ആവിഷ്കാര ഭംഗി ആ നിലയിലാണ്. നമുക്കും ഈ 3 കാര്യങ്ങളെ നിരുപാധികമായി ജീവിതത്തിൽ ഏറ്റെടുക്കാം. മറ്റ് ഒരു പ്രതിസന്ധിയുടെയും ആരുടെയും മുമ്പിൽ നമ്മൾ എളിഭ്യരായി പോകാതിരിക്കാൻ ഈ വിശേഷ ഗുണങ്ങൾ നമുക്ക് ആത്മീയത്തിൽ അനിവാര്യമാണ്. വിടുന്നു അത്. ഇദ്ദേഹം എഴുതിയ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം വളരെ അനുഗ്രഹീതമായ ചരിത്ര ഗ്രന്ഥമാണ്. ഈ 3 ക്വാളിറ്റിയും നമുക്കതിൽ കാണാൻ കഴിയും. ഈ 2 ഗ്രന്ഥവും തയോഫലോസ് എന്ന് പറയുന്ന റോമൻ ഉദ്യോഗസ്ഥൻ എഴുതിയ പുസ്തകമാണ്. ആദ്യം എഴുതിയ ചരിത്ര ഗ്രന്ഥത്തിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് അപ്പോസ്തല പ്രവൃത്തി നിലകൊള്ളുന്നത്. അപ്പോസ്തല പ്രവൃത്തിയുടെ ആധികാരിക വിഷയം എന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാചകം ഓർത്തിരിക്കണം: സഭയുടെ സ്ഥാപനം, സഭയുടെ വ്യാപനം. ഇത് രണ്ടുമാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ ഉടനീളം 1-ാം അധ്യായം മുതൽ 28-ാം അധ്യായം വരെ നമുക്ക് കാണാൻ കഴിയുക. സഭ സ്ഥാപിക്കപ്പെടുന്നു, സ്ഥാപിക്കപ്പെട്ട സഭ വ്യാപിക്കപ്പെടുന്നു. അതിന് ദൈവം ഉപയോഗിക്കുന്ന അനുഗ്രഹിതരായ ശ്രേഷ്ഠന്മാരായ കുറേ ദൈവദാസന്മാർ ഉന്നം പഴയ്ക്കാതെ ദൈവകരങ്ങൾ ഉപയോഗിക്കപ്പെടുന്നു. അതിനാധാരം അവരുടെ ബുദ്ധിയോ ജ്ഞാനമോ കീശയിലെ കാശിൻ്റെ കനമോ ബന്ധുബലമോ സ്വാധീനതയോ അല്ല. പകരം അതിനെല്ലാം അടിസ്ഥാനപരമായ ആധാരം പരിശുദ്ധാത്മ ശക്തിയാണ്. ഓക്കെ, ഇനി നാം പരിശുദ്ധാത്മം എന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധ തൃത്വം, അതായത് അത്യുന്നതനായ ദൈവം ഒന്നായിരിക്കുമ്പോൾ തന്നെ മൂന്നാണ്, മൂന്നായിരിക്കുമ്പോൾ തന്നെ ഒന്നാണ്. ചില ദൈവദാസന്മാരൊക്കെ പറയാറുണ്ട് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ്. ഈ 1, 2, 3 എന്നൊക്കെ നമ്മൾ നമ്മുടെ വികലമായ ധാരണയിൽ പറയുന്നതാണ്. അവിടെ 1, 2, 3 എന്ന് പറയുന്ന ഹൈറാർക്കി ഒന്നുമില്ല. ദൈവം ദൈവമാണ്. ആ ദൈവത്തിലുള്ള 3 അവസ്ഥാന്തരങ്ങൾ 1, 2, 3 എന്ന് മേലുകീഴ് നിൽക്കുന്നതല്ല, ഒന്നായിട്ട് തന്നെ നിൽക്കുകയാണ്.
പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം. വേദപുസ്തകത്തിൽ ഒരു വാക്യം കൊണ്ട് പോലും തെളിവ് കൊടുക്കാനാവാത്തൊരു പ്രയോഗമാണ് നമ്മൾ ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ എന്നൊക്കെ പറയുന്നത്. അത് നമ്മൾ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി എന്നൊക്കെ ശീലിച്ച് ആ ഒരു ഭരണവുമായിട്ട് അത് തലയ്ക്കകത്ത് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് 1, 2, 3 എന്നൊക്കെ നമ്മൾ പറയുന്നത്. ദൈവം ദൈവമാണ്. ആ ദൈവത്വത്തിലുള്ള 3 അവസ്ഥാന്തരങ്ങൾ, ആളത്വ മഹിമകൾ. അതുകൊണ്ട് അതിനെ 1, 2, 3 എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ഒന്നാം ദൈവം ഇച്ചിരി വലിയത്, രണ്ടാം ദൈവം അതിനേക്കാൾ ചെറുത്, മൂന്നാം ദൈവം ഏറ്റവും ചെറുത്. അങ്ങനെയൊക്കെ വരുന്ന ഒരു ഇടപാട് ദൈവത്വത്തിന് എതിരെയുള്ള ആക്ഷേപം കൂടിയാണെന്നറിയണം. അതുകൊണ്ട് പരിശുദ്ധ തൃത്വത്തിൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആളത്വ മഹിമയെ നാം തിരിച്ചറിയണം. ആ പരിശുദ്ധ തൃത്വത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തിയുടെ വല്ലഭത്വമാണ് സഭയുടെ സ്ഥാപനത്തിനും സഭയുടെ വ്യാപനത്തിനും കാരണമായി മാറുന്നത് എന്ന് നമ്മൾ അറിയണം. ഓക്കെ, അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് എന്ന ആ പൂർണ്ണ പ്രയോഗം, പരിശുദ്ധ ആത്മാവ് എന്ന ആ പൂർണ്ണ പ്രയോഗം ബൈബിളിൽ ഉടനീളം 92 പ്രാവശ്യമാണ് പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത് എന്നും കൂടെ അറിയണം. ഉൽപ്പത്തി മുതൽ അങ്ങ് വെളിപ്പാട് വരെ 92 പ്രാവശ്യമേ പരിശുദ്ധാത്മാവെന്ന പദമുള്ളൂ. അതിൽ പരിശുദ്ധാത്മാവെന്ന പ്രയോഗം പഴയ നിയമത്തിൽ 3 ഇടങ്ങളിലേ ഉള്ളൂ എന്ന് നാം അറിയണം. 3 ഇടങ്ങളിലെ പരിശുദ്ധാത്മാവ് എന്ന ആ പ്രയോഗമുള്ളൂ, ആ പൂർണ്ണ നാമം പറയുന്നുള്ളൂ. ബാക്കിയുള്ളിടത്തെല്ലാം യഹോവയുടെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവശക്തി എന്നൊക്കെയാണ് പറയുക. പരിശുദ്ധാത്മാവെന്ന പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങൾ പരതി തെരഞ്ഞാൽ 3 ഇടങ്ങളിൽ, 1 51 സങ്കീർത്തനം 11 വാക്യം, 2 63 അധ്യായം യെശയ്യാപ്രവചനം 10 വാക്യം 11 വാക്യം. ഒന്നുകൂടെ ആവർത്തിക്കാം. സങ്കീർത്തനം 51:11, യെശയ്യാവ് 63:10, 11. ഈ 3 ഇടങ്ങളിലല്ലാതെ പരിശുദ്ധാത്മാവ് എന്ന പൂർണ്ണ നാമം പഴയ നിയമത്തിൽ വേറെ എങ്ങും കാണുന്നില്ല. ഇനിയും 92 പ്രാവശ്യമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള 89 പ്രാവശ്യം പുതിയ നിയമത്തിലാണ്. പുതിയ നിയമത്തിലാണ് പരിശുദ്ധാത്മാവെന്ന നാമം കൂടുതലായിട്ടുള്ളത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 89 ഇടത്ത് പറഞ്ഞിരിക്കുന്നതിൽ 40 പ്രാവശ്യവും അപ്പോസ്തലപ്രവൃത്തിയിൽ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് എന്നറിയണം. അത് പ്രത്യേക ചിന്തയാണ്, അത് ഓർത്തുകൊള്ളണം. ഈ മുഖവരയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഹൃത്തടത്തിൽ കരുതിക്കൊള്ളണം. 89 പ്രാവശ്യം പുതിയ നിയമത്തിലുണ്ട്. അതിൽ 40 പ്രാവശ്യവും അപ്പോസ്തലപ്രവൃത്തിയിൽ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക. ഓരോ അധ്യായങ്ങളിലും സസൂക്ഷ്മം നമ്മൾ നോക്കിയാൽ പരിശുദ്ധാത്മാവ് എന്ന പൂർണ്ണനാമത്തോടുകൂടിയോ അതല്ലെങ്കിൽ അതിന് തത്തുല്യമായ പേരോടുകൂടിയോ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹീതമായിരിക്കുന്ന പ്രവൃത്തിയുടെ ചാരുത കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട ചില വിചാരങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് നൽകിത്തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1, 2, 3, 4 എന്ന അക്കമിട്ട് ആശയങ്ങളെ കുറിച്ചുകൊള്ളണം. ഒരു ഉണർവ് പ്രസംഗം എന്നതിലുപരി പഠനാർഹമായിരിക്കുന്ന ചില ചിന്താധാരകളെ ശ്രദ്ധയിലേക്ക് നൽകിത്തരുമ്പോൾ ഈ കൃപാകാലത്തിൽ, പരിശുദ്ധാത്മയുഗത്തിൽ, സഭായുഗത്തിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരാന്തരിക ബന്ധം അല്ല, ആന്തരിക രമ്യത. ബന്ധമല്ല, രമ്യത. ബന്ധമുള്ള എല്ലാവർക്കും രമ്യത ഉണ്ടാകണമെന്നൊന്നുമില്ല. ബന്ധമാണ്, ഭാര്യ ഭർത്താവ് ബന്ധമാണ്, അപ്പൻ മകൻ, മകൻ മകൾ എന്നൊക്കെയുള്ള ബന്ധമാണ്. ചേട്ടനും അനിയനും, അനിയത്തി ചേട്ടത്തിയും, അമ്മാവിയും അമ്മയും മരുമകളും, അല്ലെങ്കിൽ അമ്മയും മകളും, നാത്തൂനും നാത്തൂനും, അളിയനും അളിയനും, ഇതൊക്കെ ബന്ധമാണ്. അത് റേഷൻ കാർഡ് എടുത്ത് നോക്കിയാലും പഞ്ചായത്തിൽ പോയി നോക്കിയാലും നമുക്ക് സഭാ രജിസ്റ്റർ നോക്കിയാലും ബന്ധങ്ങൾ നമുക്ക് കാണാം. പക്ഷേ ഈ ബന്ധമുള്ളവർക്കെല്ലാം രമ്യത ഉണ്ടാകണമെന്നൊന്നുമില്ല. തമ്മിൽ മിണ്ടാട്ടമില്ലാതെ അകന്ന് കഴിയുന്ന ആളുകളുണ്ടാകാം. അപ്പോൾ ബന്ധമല്ല പ്രസക്തി, രമ്യതയാണ് പ്രസക്തി. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവുമായി നമുക്ക് ബന്ധം പോരാ, ആന്തരിക രമ്യത വേണം. ഇൻറ്റേർണൽ റിലേഷൻ എന്ന് പറയുന്നതിനപ്പുറമായിട്ട് നാം പരിശുദ്ധാത്മാവുമായി ഒന്നാകണം. പരിശുദ്ധാത്മാവ് നമ്മിലും നാം പരിശുദ്ധാത്മാവിലും എന്ന് പറയുന്ന ഒരു ആന്തരിക ലയന ബന്ധം ഉണ്ടാകണം. അവിടെയാണ് സഭാജീവിതം അനുഗ്രഹിക്കപ്പെടുക. കാരണം ഇത് പരിശുദ്ധാത്മാവിൻ്റെ യുഗമാണ്. ദ ലാസ്റ്റ് ചാൻസ് ആണ് പരിശുദ്ധാത്മാവുമായിട്ടുള്ള നമ്മുടെ ബന്ധം. പിതാവിൻ്റെ യുഗം കഴിഞ്ഞു, പുത്രൻ്റെ യുഗം കഴിഞ്ഞു, ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ യുഗമാണ്. ഡിസ്പെൻസേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം ദൂത് അവസാനിപ്പിക്കുമ്പോൾ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. കാരണം ഇനിയും മറ്റൊരു ഓപ്ഷൻ ഇല്ല, വേറൊരു സാഹചര്യമില്ല നന്നാകാൻ. പരിശുദ്ധാത്മാവാണ് ഏറ്റവും അവസാനത്തെ. പ്രത്യക്ഷനാകാൻ പോകുന്ന ക്രിസ്തുവിനു വേണ്ടി
നാം സമാഗമിക്കേണ്ടതിന്, നമ്മെ യോഗ്യതയുള്ളവരാക്കി മാറ്റേണ്ടതിന് നമ്മെ ഒരുക്കുന്ന ആ നടപടിയാണ് പരിശുദ്ധാത്മാവ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജാവിന് മുമ്പിൽ ഈ പെൺകുട്ടികളെ നിർത്തേണ്ടതിന് വേണ്ടി ഗേഹസി അവരെ മേക്കപ്പ് ചെയ്യുന്നത് പോലെ, ഗേഹസിയുടെ കയ്യിലാണ്, ഗേഹസി അല്ല ഗേഹായ്, ഗേഹസി അല്ല ഗേഹായ്, ഗേഹായിയുടെ കയ്യിൽ പെൺകുട്ടികളെ, നാട്ടിൽ നിന്ന് തിരഞ്ഞെടുത്ത സുന്ദരികളായ പെൺകുട്ടികളെ ഗേഹായിയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഗേഹായി അവരെ ഒരുക്കിയാണ് രാജാവിൻ്റെ മുമ്പിലേക്ക് വിടുക എന്ന് പറഞ്ഞതുപോലെ, പ്രത്യക്ഷനാകാൻ പോകുന്ന കർത്താവിൻ്റെ മുൻപിലേക്ക് നിർമ്മല കന്യകയായി, കാന്തയായി നമ്മെ മേക്കപ്പ് ചെയ്ത് ആക്കി നിർത്തേണ്ടതിന് പരിശുദ്ധാത്മാവ് ഇപ്പോൾ പണിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവുമായി നമുക്ക് ആന്തരിക രമ്യത വേണം. പരിശുദ്ധാത്മാവിനോട് എനിക്ക് അത് വേണം ഇത് വേണമെന്നൊന്നും പറയണ്ട. ഈ നാട്ടിൽ നിന്ന് തിരഞ്ഞെടുത്ത പെൺകുട്ടികളെല്ലാം രാജാവിനെ മുഖം കാണിക്കാൻ പോകാൻ നേരത്ത് ഗേഹായിയോട് പറയും, എനിക്ക് ആ കോട്ട് വേണം, ഈ കോട്ട് വേണം, ആ ചുരിദാർ വേണം, ഈ ടോപ്പ് വേണം, ആ കളർ വേണം, എനിക്ക് ഈ ആഭരണം വേണം എന്നൊക്കെ ഗേഹായിയോട് പറയും. ഗേഹായി അതെല്ലാം ക്രമീകരിച്ചു കൊടുക്കും. കാരണം അദ്ദേഹമാണ് അതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുക. പക്ഷേ എസ്തേറിൻ്റെ ഊഴം വന്നപ്പോൾ എസ്തേറിനോട് ചോദിച്ചു, എന്താ നിനക്ക് വേണ്ടത്? എസ്തേർ പറഞ്ഞു, സർ പ്ലീസ്, എനിക്ക് എൻ്റേതായ ഓപ്ഷനൊന്നുമില്ല, അങ്ങ് പറയൂ, ഞാൻ എന്തോ ധരിച്ചുകൊണ്ട് വേണം പോകാൻ, ഞാൻ ഏത് ആഭരണം അണിഞ്ഞുകൊണ്ട് വേണം പോകാൻ, ഞാൻ ഏത് വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം പോകാൻ, അങ്ങ് പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം. ഗേഹായി പറഞ്ഞതല്ലാതെ ഒന്നും എസ്തേർ എടുത്തില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചേ? എസ്തേർ അങ്ങോട്ട് ചെല്ലുമ്പോഴേ രാജാവിനെ ഇവിടെ ബോധിച്ചു, പൊൻചെങ്കോൽ നീട്ടി. അതിനകത്തുള്ള ആത്മീയ ആശയം, എസ്തേറിൻ്റെ പുസ്തകം നിങ്ങൾ വായിച്ചോണം. ഗേഹായിയോട് ഒരു ഓപ്ഷനും കൊടുക്കാതെ, സാറിൻ്റെ താല്പര്യം എന്താ, എന്നെ എങ്ങനെ വിടാനാ താങ്കൾ ആഗ്രഹിക്കുന്നത്, അതുപോലെ വിട്ടാട്ടെ. അതിൻ്റെ അടിസ്ഥാന വസ്തുത എന്താണെന്നറിയാമോ? രാജാവിൻ്റെ ഇഷ്ടം, രാജാവിൻ്റെ ഇംഗിതം അറിയാവുന്നത് ഗേഹായിക്കാണ്. എവിടുന്നോ വന്ന ഇവൾക്ക് രാജാവിൻ്റെ ഇഷ്ടമറിയില്ല, അനിഷ്ടമറിയില്ല. രാജാവിൻ്റെ കളർ സെൻസ് എന്താണ്, രാജാവിന് ഏത് സ്റ്റൈലാണ് ഇഷ്ടം, ഇതൊന്നും ഇവക്കറിയില്ല. അതറിയാവുന്ന ഒരേ ഒരാൾ ഗേഹായിയാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പ്രാണനാഥൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, നമ്മുടെ ആശ, നമ്മുടെ ആവേശം, നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ പ്രത്യാശ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ്റെ ഇഷ്ടം എന്താണെന്ന് പരിശുദ്ധാത്മാവിന് മാത്രമേ അറിയത്തുള്ളൂ. അത്യുന്നതിൻ്റെ ശക്തിയാൽ നിഴലിടുകയും ഇവിടെ ജീവിതം ആരംഭിക്കുകയും ആത്മാവിൻ്റെ അഭിഷേകത്താൽ ശുശ്രൂഷ ചെയ്യുകയും ഒടുവിൽ അഭിഷേകത്തിൻ്റെ ശക്തി കൊണ്ട് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്ത ആ ക്രിസ്തുവിനെ നന്നായി അറിയാവുന്ന പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആന്തരിക രമ്യതയിൽ നമുക്കായാൽ കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മൾ എടുത്തുകൊള്ളപ്പെടുകയും നമുക്ക് വേണ്ടി വാരിക്കൂട്ടി വെച്ചിരിക്കുന്ന പ്രതിഫലം ഒന്നുപോലും നഷ്ടമാകാതെ നമുക്കത് ലഭിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ചില ചിന്തകൾ ഹ്രസ്വമായ സമയത്തിനുള്ളിൽ നിങ്ങളുടെ ചിന്തയിലേക്ക് നൽകാം. ഒന്ന്, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാഗ്ദത്തമാണ്. ഒന്നാം അധ്യായം 4 വാക്യവും 8 വാക്യവും പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാഗ്ദത്തം. ആ വാഗ്ദത്തത്തെ നാം ഉൾക്കൊള്ളണം. കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഈ പട്ടണം വിട്ടു പോകരുത്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ, പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തം പ്രാപിക്കാതെ നിങ്ങൾ ഈ പട്ടണം വിട്ടു പോകരുത്. 1:4 വാക്യം. അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ 1:8 പറയുന്നു, പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇരിക്കരുത്, പോകണം ഭൂമിയുടെ അറ്റത്തോളം. പ്രിയരെ, ഇത് നമ്മോടുള്ള ശക്തമായൊരു ദൂതാണ്. ഈ വാഗ്ദത്തത്തെ നമ്മൾ അതിൻ്റെ തനിമയോടെ ഏറ്റെടുക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ ഒരു ശുശ്രൂഷ നടപടിക്കും ഇറങ്ങരുത്. എനിക്ക് കീബോർഡ് വായിക്കാൻ അറിയാം, എനിക്ക് സകല വാദിത്രങ്ങളും അറിയാം, എനിക്ക് പാടാൻ അറിയാം, സ്വരം, ലയം, താളം, ശ്രുതി ഇതൊന്നും തെറ്റാതെ എനിക്ക് പാടാൻ അറിയാം. ഇതൊക്കെ നമ്മുടെ കഴിവാണ്, കൊള്ളാം, നന്നായിരിക്കുന്നു. എനിക്ക് പ്രസംഗിക്കാൻ അറിയാം, എനിക്ക് പഠിപ്പിക്കാൻ അറിയാം, എനിക്ക് ലീഡ് ചെയ്യാൻ അറിയാം, എനിക്ക് ലീഡറായിരിക്കാൻ അറിയാം. പക്ഷേ ഇതൊന്നും പരിശുദ്ധാത്മാവ് പ്രാപിക്കാതെ ചെയ്യാൻ പാടില്ല. നമ്മുടെ ശുശ്രൂഷ വിജയമാകണമെങ്കിൽ, നമ്മുടെ ശുശ്രൂഷ അനുഗ്രഹമാകണമെങ്കിൽ, അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് വേണം നമ്മൾ അതിനു വേണ്ടി ഇറങ്ങാൻ. പക്ഷെ ഒരു കാര്യമാണ്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അവിടെ ഇരിക്കുകയല്ല, ആത്മാവ് നമ്മളെ അയക്കുന്ന ഇടങ്ങളിലേക്ക് പൊക്കോണം. അതാണ് അതിൻ്റെ വസ്തുത. ഇന്ന് പറ്റുന്ന കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവ് ഇല്ലാത്ത കുറേ ആളുകൾ നടത്താനും പുലർത്താനും നിയന്ത്രിക്കാനും കമ്മിറ്റി കളിക്കാനും നേതാവാകാനും ബഡ്ജറ്റ് അവതരിപ്പിക്കാനും പരിശുദ്ധാത്മാവില്ലാത്ത കുറേ ആൾ, പരിശുദ്ധാത്മാവായിട്ട് ഒരിടപാടുമില്ല, അങ്ങനെ കുറേ ആളുകൾ. ഇനി രണ്ടാമതൊരു കൂട്ടരുണ്ട്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു പക്ഷെ ഒരു ഗുണവുമില്ല, വെറുതെ വീട്ടിനകത്തിരിക്കുക, ശീലീകരിച്ച മുറിക്കകത്ത് ഓഫീസ് സ്റ്റാഫായിട്ടിരിക്കുന്നതെന്നല്ലാതെ കവലയിലില്ല, കോളനികളിലില്ല, ഇടവഴിയിൽ പെരുവഴിയിൽ പട്ടണപ്രാന്തങ്ങളിൽ ഗ്രാമവീഥികളിൽ ഇല്ല. ഈ പാട്ടും പരിപാടിയൊക്കെ കൊള്ളാം, ഫീഡ്ബാക്ക് അടക്കമുള്ള സകല സംഗതികളും സെറ്റ് ചെയ്ത് കൊടുത്താൽ അവിടെ നിന്ന് പാടും, കവലയിൽ നിന്ന് പാടത്തില്ല.
കപ്പടമീശ കൊണ്ട് അമ്പട ഞാൻ എന്നുള്ള പരുവത്തിൽ നമ്മളെ പൊക്കിയെടുത്ത് തറയിൽ അടിക്കാൻ പാകത്തിന് നിൽക്കുന്ന കുറേ സുവിശേഷ വിരോധികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് യേശു മാത്രമാണ് രക്ഷകനെന്ന് പറയാനുള്ള കരുത്തില്ലാതെ പ്രാപിച്ച ശക്തിയോടുകൂടെ മുറിക്കകത്ത് തന്നെ ഇരിക്കുക, ഫെയ്ത്തോമിനകത്ത് തന്നെ ഇരിക്കുക. ആശ്രമത്തിനകത്ത് തന്നെ ഇരിക്കുന്ന കുറെ വില്ലന്മാരുണ്ട്, വില്ലത്തികളുമുണ്ട്. അതുപോലെ ഈ 1:4 പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് ഇറങ്ങാവൂ. 1:8 പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ പിന്നെ അവിടെ ഇരിക്കരുത്, ആത്മാവ് അയക്കുന്ന ഇടങ്ങളിലേക്ക് പോകണം. ഇത് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് സഭയെ വ്യാപകമാക്കാൻ കഴിയാത്തത്. സഭ ഓൾറെഡി സ്ഥാപിതമായി, പക്ഷെ അതിനെ വ്യാപകമാക്കണം. എവിടെയും മലബാറോ കാസർഗോഡോ കോഴിക്കോടോ കണ്ണൂരോ കുമ്മനാട്ടും പുല്ലാട്ടും കോഴഞ്ചേരിയിലും തെക്കേമലയിലും മാത്രം പോരാ ദൈവസഭ. ഇവിടെ മാത്രം പോരാ ജനറൽ കൺവെൻഷന്റെ മാമാങ്കങ്ങൾ. പിന്നെ ഇന്ത്യയുടെ എല്ലാ കോണുകളിലും കേരളത്തിന്റെ സമസ്ത മേഖലകളിലും. അതിന് ഈ 1:4 വാക്യവും 8 വാക്യവും കൂടെ സമഞ്ജസമായി സമ്മേളിപ്പിക്കണം എന്ന് പറഞ്ഞ് ആ തോത് വിശാലമായി ചിന്തിക്കാൻ നിങ്ങൾക്ക് തന്നിട്ട് ഞാൻ അടുത്തതിലേക്ക് മാറുകയാണ്. രണ്ടാമത്തേത് പരിശുദ്ധാത്മാവിന്റെ പ്രാപണമാണ്. 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. 2:1 മുതൽ 4 വരെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് നമുക്ക് കാണാൻ കഴിയും. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒന്നിച്ച് ഒരിടത്ത്. ആ ഒന്നിച്ച് ഒരിടത്തെന്നൊക്കെയുള്ള പ്രയോഗം വളരെ ചിന്തനീയമാണ് കേട്ടോ. അപ്പോസ്തലപ്രവൃത്തിയിൽ മാത്രം നമ്മൾ കണ്ടുവരുന്ന, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വായിക്കേണ്ടി വരുന്നു, ഒന്നിച്ച് ഒരിടത്ത് ഒരുമനപ്പെട്ട് ഒരുപോലെ കൂടിയിരുന്നു എന്നൊക്കെ ഉള്ളത്, ഒന്നിച്ചു കൂടിയിരുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പരിശുദ്ധാത്മ ശക്തിയുടെ പ്രാപണം. അവിടെ ഒന്നിച്ചു കൂടിയിരുന്നപ്പോൾ ഒരു വലിയ മുഴക്കം, വലിയ അഗ്നിജ്വാലയുടെ കാഴ്ച. ദേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു മുഴക്കം, ഒരു കാഴ്ച. കണ്ടില്ലേ? മുഴക്കം എന്താ? ഭയങ്കരമായി കൊടുങ്കാറ്റിൻ്റെ മുഴക്കം. കാഴ്ച എന്തായിരുന്നു? പരിശുദ്ധാത്മാവിൻ്റെ ആ പെയ്തിറങ്ങൽ, ഒരു അഗ്നിനാവുകൾക്ക് സമാനമായ കാഴ്ച. മറ്റൊരു ചിന്ത കൂടുണ്ട്, ഒരു ഭാഷ. അപ്പോൾ ഒരു മുഴക്കം, അത് പരിശുദ്ധാത്മാവിൻ്റെ കാറ്റോടുകൂടെ ശക്തമായ കൊടുങ്കാറ്റ് പോലെ. അവിടെ വായിക്കുന്നുണ്ട് അങ്ങനെ, കൊടുങ്കാറ്റിൻ്റെ മുഴക്കം. അടുത്തതൊരു വിശേഷമായ കാഴ്ച, അഗ്നിനാവുകളുടെ കാഴ്ച. അടുത്തതൊരു ഭാഷ. അവരവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷയിൽ അവർ സംസാരിച്ചു. ഇനി അവിടെ 4, 3, 2 അങ്ങനെ വായിക്കുമ്പോൾ, താഴേന്ന് മുകളിലേക്ക് വായിക്കുമ്പോൾ അർത്ഥം വ്യക്തമാകുന്ന 3 ചിന്തകളോട് പറയാം. അവരുടെ മേൽ നിറഞ്ഞു എന്ന് വായിക്കുന്നുണ്ട് 3-ാം വാക്യം. അവർ കൂടിയിരുന്നു, അവരുടെ മേൽ നിറഞ്ഞു, 3-ാം വാക്യം. 4-ാം വാക്യം പറയുന്നത് അത് അവരിൽ നിറഞ്ഞു. 2-ാം വാക്യം പറയുന്നത് അവരിരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ആ എഴുതിയിരിക്കുന്ന രീതി അനുസരിച്ച് വായിച്ചാൽ എൻ്റെ ക്രമം തെറ്റിപ്പോവും. വീട് നിറഞ്ഞു, പിന്നെ അവരുടെ മേൽ വന്നു, പിന്നെ അവരിൽ നിറഞ്ഞു. അങ്ങനെ വരാൻ പാടില്ല. 3-ാം വാക്യം ശ്രദ്ധിക്കണം. അത് അവരുടെ മേൽ വന്നു. കാത്തിരുന്ന 120 പേരുടെ മേൽ വന്നു. മേൽ വന്ന ആത്മാവ് അവരിൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവിൻ്റെ അധിവാസത്തെക്കുറിച്ച്, വ്യാപാരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം മേൽ വരിക. ആ മേൽ വന്ന ആത്മാവ് നമ്മിൽ നിറയുക. നമ്മിൽ നിറഞ്ഞിട്ട് അത് ഒഴുകി പുറത്തേക്ക് വരുമ്പോൾ കൂടിയിരുന്ന എല്ലാവരുടെയും ഇടയിൽ അത് വ്യാപരിക്കുന്നു. ഇതാ പരിശുദ്ധാത്മ വ്യാപാരം. ഇതാണ് പ്രാപണം എന്ന് പറയുന്നത്. മേൽ പ്രാപിക്കണം. അത് പഴയ നിയമ വിശുദ്ധന്മാർ, ദാവീദിന്റെ മേൽ വന്നപ്പോഴാണ് അദ്ദേഹം നൃത്തം ചെയ്തത്. ശിംശോന്റെ മേൽ വന്നപ്പോഴാണ് സിംഹത്തെ കീറിയതും നഗരകവാടം ഇളക്കിയെടുത്തുകൊണ്ട് പോയതും ഫെലിസ്ത മല്ലന്മാരെ കൊന്നുകൂട്ടിയതും എല്ലാം മേൽ വന്നപ്പോഴാണ്. ഓക്കെ, പ്രവാചകന്മാരുടെ മേൽ വരികയായിരുന്നു. ശൗലിന്റെ മേൽ വന്നപ്പോഴാണ് അദ്ദേഹം പ്രവചിച്ചു എന്ന് നമ്മൾ വായിക്കുന്നത്. ശമൂവേലിന്റെ പുസ്തകം 10:10 1 ശമൂവേൽ. അപ്പോൾ ഇവരുടെയൊക്കെ മേൽ ആണ് വന്നത്. എന്നാൽ പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മേൽ വന്നാൽ പോരാ. യെഹെസ്കേൽ പ്രവചനം 36:27 പറയുന്നു, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും എന്ന് പറഞ്ഞാൽ ഈ മേൽ കൊടുത്തവരൊക്കെ അതുകൊണ്ട് കളഞ്ഞു. ശൗൽ കൊണ്ട് കളഞ്ഞു ഗിൽബോവ പർവ്വതത്തിൽ, ദാവീദ് കൊണ്ട് കളഞ്ഞു ഊരിയാവിൻ്റെ ഭാര്യയോടുകൂടെ ഉള്ളതായിരിക്കുന്ന സംഗമത്തിൽ, ശിംശോൻ കണ്ട് കളഞ്ഞു ദലീലയുമായിട്ടുള്ള ഇടപാട്, വേശ്യാസ്ത്രീയുമായിട്ടുള്ള ഇടപാട്, ഫെലിസ്ത്യ കന്യകമായിട്ടുള്ള ഇടപാടിൽ പ്രാപിച്ചതിനെ കൊണ്ട് കളഞ്ഞു. ഇങ്ങനെ പലരും മേൽ പ്രാപിച്ചതിനെ കൊണ്ട് കളഞ്ഞപ്പോൾ ദൈവം വ്യവസ്ഥിതി മാറ്റുന്നു. യെഹെസ്കേൽ 36:27 പറയുന്നു, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, മേലല്ല. മേൽ പ്രാപിച്ചവനൊക്കെ ഇതുകൊണ്ട് കളഞ്ഞു, അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ തരും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളിൽ നടക്കും. 36:27 വായിച്ചോണം, നിങ്ങൾ എൻ്റെ ചട്ടങ്ങളിൽ നടക്കും. അപ്പോൾ ചട്ടപ്രകാരം നടക്കണമെങ്കിൽ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞെങ്കിലും മതിയാവും. അതാണ് പ്രാപണം എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ പ്രാപണം. അത് ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ്. എഫേസ്യർ 1:19 നമ്മൾ കാണുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി. ആ വ്യാപരിക്കുന്ന 1 നമ്മുടെ മേൽ ആണ്, 2 നമ്മുടെ ഉള്ളിൽ ആണ്,
മൂന്ന് നമ്മുടെ ഇടയിൽ ആണ്. നമ്മുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ രണ്ട് ദൈവദാസന്മാരുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് വസിക്കണം. രണ്ട് വ്യക്തികൾ, ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയിൽ ദൈവാത്മാവ് വസിക്കണം. മാതാപിതാക്കളുടെ മക്കളുടെ ഇടയിൽ, ചേട്ടൻ്റെ അനിയൻ്റെ ഇടയിൽ, ചേട്ടത്തിയുടെ അനിയത്തിയുടെ ഇടയിൽ, നാത്തൂൻ്റെ ഇടയിൽ, അളിയൻ്റെ ഇടയിൽ ആത്മാവ് വസിച്ചാൽ മതി. കീർപ്പുണ്ടാകത്തില്ല, സ്പർദ്ധ ഉണ്ടാകത്തില്ല, ധാർഷ്ട്യമോ ധിക്കാരമോ താൻപൂര്യമോ അഹന്തയോ അഹങ്കാരമോ ഉണ്ടാകത്തില്ല. ഒരുമിച്ച് ചേർന്ന് നിൽക്കും. ആത്മാവിൻ്റെ ഐക്യം സമാധാന ബന്ധത്തിൽ കാക്കാൻ പറ്റും. അതാണ്. അപ്പം മേൽ വരണം. മേൽ വന്നാൽ മാത്രം പോരാ. അത് പഴയ നിയമത്തിൻ്റെ കാലത്തിൻ്റെ മാത്രം ഒരവസ്ഥയാണ്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ എത്തപ്പെടണമെങ്കിൽ ആത്മാവ് നമ്മുടെ അകത്ത് വ്യാപരിക്കണം. അകത്ത് വ്യാപരിച്ച ആത്മാവ് അതിൻ്റെ സ്വഭാവം മഹിമ കൊണ്ട് മറ്റുള്ളവരെയും കൂടെ ചേർത്ത് നിർത്താൻ പറ്റുന്ന പരുവത്തിൽ നമ്മുടെ ഇടയിൽ, അതായത് ഈ കട്ട കെട്ടുന്ന മേശരിമാരുടെ കൂടെ പോയി നിൽക്കണം. മൈക്കാട് നിന്നിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ദൂരെ മാറി നിന്ന് കണ്ടിട്ടെങ്കിലും ഉണ്ടാവുമല്ലോ. ഓരോ ഘട്ടവും എടുത്തു വയ്ക്കുമ്പോൾ രണ്ട് കട്ടകൾ എവിടെയൊക്കെ തമ്മിൽ ചേരുന്നുണ്ടോ അവിടെ സിമെൻ്റ് ഇടാറുണ്ട്. സിമെൻ്റ് ഇട്ട് അതിന് പുറത്താണ് കട്ട വയ്ക്കുക. ആ കട്ടയുടെ 4 കോണിൽ എവിടൊക്കെയാണോ വേറൊരു കട്ട ചേർന്ന് വരുന്ന അവിടെ സിമെൻ്റ് ഇടും എന്ന് പറഞ്ഞതുപോലെ ജീവനുള്ള കല്ലായ ക്രിസ്തുവിൻ്റെ അരികിൽ വന്നിട്ട് നാമും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയഗ്രഹമായി പണിയേണ്ടതിന് ഈ ആത്മാവെന്ന ചാന്തിട്ട് ഉറപ്പിച്ച് കെട്ടിക്കേറി പോകണം. എങ്കിലേ ആത്മീയഗ്രഹം അതിൻ്റെ തനിമയോടെ നമുക്ക് നിലനിർത്താൻ പറ്റും. ബന്ധങ്ങളിൽ സുതാര്യതയും സുദൃഢതയും സുശക്തമായ നിലപാടും നിലനിർത്താൻ കഴിയണമെങ്കിൽ നമ്മുടെ ഇടയിൽ ആത്മാവ് വസിച്ചേ പറ്റുകയുള്ളൂ. ആത്മാവ് അകത്ത്, നമ്മുടെ ബന്ധങ്ങളുടെ അകത്തില്ലാതെ വരുമ്പോഴാണ് ഈ കീർപ്പ്, കുന്നായ്മ, കുശുമ്പ്, സ്വാർത്ഥത, സ്പർദ്ധ ഒക്കെ ഉള്ളത്. ചിരിച്ചു കാണിക്കും ഭയങ്കരമായിട്ട്. അയ്യോ ബ്രദറെ, പ്രൈസ്തലോട്, ഞാൻ ഇപ്പം അങ്ങോട്ട് ഓർത്തതേ ഉള്ളായിരുന്നു, ഞങ്ങൾ എന്നോട് ഇപ്പോഴും അങ്ങോട്ട് പറഞ്ഞ് വായിലോട്ട് നാക്കങ്ങോട്ട് ഇട്ടതേ ഉള്ളായിരുന്നു, അപ്പോഴാണ് വന്നത്. ഓ എന്തുകൊണ്ട് വിശേഷം. പക്ഷേ അതുവരെ പറഞ്ഞ എന്തുവാന്നുള്ളത് ഒടയ തമ്പുരാനെ അറിയത്തുള്ളൂ. അതുവരെ ഈ പുള്ളിയെക്കുറിച്ച് പറഞ്ഞതെന്താ, ചിന്തിച്ചെന്താ എന്നുള്ളത് തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ വെറുതെ പ്രകടനം കാണിക്കുക, പ്രഹസനം കാണിക്കുക, ആന്തരികമായ രമ്യതയില്ലാതെ. പക്ഷേ നമ്മുടെ രണ്ടുപേരുടെയും ഇടയിൽ ആത്മാവ് വസിച്ചാൽ സുതാര്യതയുടെ ബന്ധം, സുദൃഢതയുടെ ബന്ധം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രാപണം അനിവാര്യമായ കാര്യമാണ്. പഴയ നിയമത്തിലാണ് മേൽ, പുതിയ നിയമത്തിലെല്ലാം ആന്തരികമായ ബന്ധമാണ്. 2 തിമോത്തിയോസ് ലേഖനം 1:14 മറക്കണ്ട. 2 തിമോത്തിയോസ് 1:14 നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവെന്നാണ് പറയുക. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്താണെന്നുള്ളതിന് ഒത്തിരി വാക്യമുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന്, യോഹന്നാൻ 7-ാം അധ്യായത്തിൽ അങ്ങനെയാണ് വായിക്കുക. ഓക്കെ, ഒത്തിരി വാക്യങ്ങളുണ്ട്. 1 യോഹന്നാൻ 2:27, 1 യോഹന്നാന്റെ ലേഖനം 2:27 അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ, നിങ്ങളുടെ മേലല്ല, നിങ്ങളിൽ. അപ്പോൾ ആത്മശക്തി നമ്മുടെ അകത്ത് വസിക്കണം. അകത്ത് വസിക്കണമെങ്കിൽ അകം അതിന് ശുദ്ധമാകണം. അകത്തേതെങ്കിലും അനാത്മീകതകളെ വെച്ചു മുറപ്പിച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ ആത്മാവ് വസിക്കത്തില്ല. ആത്മാവ് അകത്ത് വസിക്കണമെങ്കിൽ അകം ശുദ്ധമാകണം. ഓക്കെ, അപ്പോൾ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ആത്മപ്രാപണമാണ് എന്ന വസ്തുത മറന്നു പോകരുത്. ഇവിടെ ഒരു വിശേഷ ചിന്ത ഞാൻ പറയാം. ഈ കാലഘട്ടത്തിൽ നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട മഹത്തായ ഒരു കാര്യം ഞാൻ തുറന്നു പറയുകയാണ്. ദൈവവചനത്തിൻ്റെ മഹനീയമായിരിക്കുന്ന ആലോചനകൾ കേൾക്കാനും പഠിക്കാനും പ്രാപിക്കാനും ആഗ്രഹിക്കുന്ന ഒരു പറ്റം ദൈവമക്കളാണ് എൻ്റെ മുമ്പിലുള്ളത് എന്ന വിശ്വാസത്തോടെ തുറന്നു പറയാം. ഈ പ്രാപണത്തിന് മുൻപ് ഒരു പദം ഞാൻ പരിചയപ്പെടുത്താം. ഈ പ്രാപണം പ്രാപിച്ചതിന് ശേഷമുള്ളൊരു പദം ഞാൻ പരിചയപ്പെടുത്താം. ഈ 2 പദത്തെ നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കണം. അപ്പോസ്തലപ്രവൃത്തി 1:15, 2-ാം അധ്യായം 1 മുതൽ 4 വരെ ആണല്ലോ പ്രാപണം. അങ്ങനെയാണെങ്കിൽ 1:15 നോക്കിക്കേ. അക്കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം. സംഘം എന്ന പദം അടിയിൽ വര കൊടുക്കണം, നോട്ടിലേക്ക് നിങ്ങൾ എഴുതണം. സംഘം പരിശുദ്ധാത്മാ പ്രാപണം നേടിയവരല്ല, വാഗ്ദത്തം കിട്ടിയവരാ, പക്ഷെ പ്രാപിച്ചിട്ടില്ല. വാഗ്ദത്തമേ ഉള്ളൂ, പ്രാപിച്ചിട്ടില്ല. ഇനി പ്രാപണം കഴിഞ്ഞൊരു പദം ഞാൻ പരിചയപ്പെടുത്താം. പ്രാപണം കഴിഞ്ഞൊരു പദം, അത് 2:47 2-ാം അധ്യായം അതിൻ്റെ 47-ാമത് വാക്യം. 2:47 എന്താ പറയുക? അവിടെ വായിക്കുന്നത്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. 2:47. ഈ 2 പദങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചേ ആഴത്തിൽ. 1:15 പ്രാപണത്തിന് മുൻപാണ് അവർ വിളിക്കുന്നത് സംഘമെന്നാണ്. 2:47 വിളിക്കുന്നത് പ്രാപണത്തിന് ശേഷമുള്ളവരെ സഭയെന്നാണ് വിളിക്കുക. ഇതിനകത്ത് രസകരമായൊരു കാര്യം, ഈ 1:15 പത്രോസുണ്ട്, യോഹന്നാനുണ്ട്, യാക്കോബുണ്ട്, അന്ത്രയോസുണ്ട്, സകല പുള്ളികളുണ്ട്. 2:47 ഇവരുണ്ട്. പക്ഷെ 1:15 പത്രോസ് അല്ല, 2:47 പത്രോസ്.
1:15 യോഹന്നാൻ അല്ല 2:47. 1:15 യാക്കോബ് അല്ല 2:47. എന്താ സംഭവിച്ചേ? 1:15 ഉള്ള പത്രോസ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞ ആളാണ്. 1:15 യോഹന്നാൻ യാക്കോബും ഗുരു ഇവരെ ആകാശവും തീയിറക്കിയവന്മാരെല്ലാം കത്തിച്ചു കളയാൻ ലൂക്കോസ് 9-ാം അധ്യായത്തിൽ യേശുവിന് ഒരു ശുപാർശ ചെയ്യുന്ന പുള്ളികളാണ്. മനസ്സിലാകുന്നുണ്ടോ? സ്വഭാവ വൈകൃതങ്ങൾ, സ്വഭാവ വികല്പങ്ങൾ, സ്വഭാവത്തിന്റെ ഒട്ടനവധി ദൂഷ്യവശങ്ങൾ, ദുശീല ദുർഗുണങ്ങൾ ഒക്കെ ഉള്ളവരാണ് അവർ. തങ്ങളിൽ ആരാണ് വലിയവനെന്ന് വഴക്കുണ്ടാക്കിയവരാണ്. യേശുവിന്റെ നാമത്തിൽ വേറൊരുവൻ ഭൂതങ്ങളെ പുറത്താക്കുന്ന കണ്ടിട്ട് അവനെ ഇവരുടെ കൂട്ടത്തിൽ കൂട്ടാതെ അവനെ ഒഴിവാക്കിയിട്ട് വന്നവരാണിവർ. ഒരാൾ തന്റെ കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അവർ പ്രാർത്ഥിച്ചിട്ട് സൗഖ്യമാകാതെ യേശു അവരുടെ അവിശ്വാസത്തെ ശാസിക്കേണ്ടി വന്ന അവസ്ഥയുണ്ട്. അങ്ങനെ ഒത്തിരി ജീവിതത്തിന്റെ വൈകൃതങ്ങൾ, സ്വഭാവ വൈകൃതങ്ങളുള്ളവരാണ്. അവരാണ് 1:15 അവരെയാണ് സംഘം എന്ന് പറയുന്നത്. എന്നാൽ ആ സംഘത്തിലുള്ളവരെ മുഴുവനും 2:1 മുതൽ 4 വരെയുള്ള തീച്ചുളയ്ക്കകത്തൂടെ കയറ്റി ഇറക്കി 2:47 കൊണ്ടുവന്നപ്പോൾ അവരുടെ പേര് മാറുന്നു, അവർ സഭയായി മാറി. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, സംഘമല്ല സഭ, സഭയല്ല സംഘം. സംഘത്തിന്റെ പ്രത്യേകത, സംഘത്തിൽ ഡെമോക്രസിയാണ്, സഭയിൽ തിയോക്രസിയാണ്. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ജനാധിപത്യം. ഒരു നേതാവിൻ്റെയും കുറെ സിൽബന്ദികളുടെയും, ഒരു നേതാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ പിണിയാളുകളുടെയും, ഒരു നേതാവിൻ്റെ സാമ്പത്തികം, ഒരു നേതാവിൻ്റെ രീതിശാസ്ത്രം, അതനുസരിച്ച് സംഘം പോകുന്നു. ബഡ്ജറ്റ് അവതരണം, കസേരകളി, പാനല്, എലക്ഷന്, വോട്ടെടുപ്പ്, തൊഴുത്തിക്കുത്ത്, കസേരകളി, ഇതെല്ലാം കൂടെ ഉള്ള ഗ്രൂപ്പിന് കൊടുക്കാവുന്ന പേരാണ് സംഘം. മനസ്സിലായില്ലേ? പക്ഷെ സഭയ്ക്കകത്ത് ഇതൊന്നുമില്ല. സഭ കാതോർക്കുന്നു, ഞങ്ങളിൽ ആരെയാണ് അയക്കാൻ പോകുന്നത്, ഞങ്ങളിൽ ആരെയാണ് അങ്ങ് തിരഞ്ഞെടുക്കുന്നത്, ഞങ്ങളെ ആരെയായാലും അവിടുന്ന് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരുടെ ഇടയിൽ ദൈവശബ്ദം കേൾക്കുന്നു, ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി ബർന്നബാസിനെയും പൗലോസിനെയും വേർതിരിപ്പീൻ. അല്ലാതെ നിങ്ങളെല്ലാവരും കൂടി 2 സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കാനല്ല പറയുന്നത്. അപ്പൊ സംഘവും സഭയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. സംഘത്തിന് ഉപദേശത്തിന് സ്ഥായിയില്ല, സഭയ്ക്ക് ഉപദേശത്തിന് സ്ഥായിയായ ഉപദേശമുണ്ട്. പഠിച്ചോണം നന്നായിട്ട്. സംഘത്തിന് ഉപദേശ സ്ഥായിയില്ല. കാരണം പ്രസിഡന്റ് മാറി മാറി വരുമ്പോൾ, ചെയർമാൻ മാറി മാറി വരുമ്പോൾ ഉണ്ടാകുന്ന ഉപദേശമാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇരുന്ന ചെയർമാൻ പറഞ്ഞു നമുക്ക് വേർപാടും വിശുദ്ധിയും വേണം. പുതിയ ചെയർമാൻ പറയുക ആഭരണം ഇട്ടാലും കുഴപ്പമൊന്നുമില്ലെന്ന്. നേതാവ് മാറുന്ന പറഞ്ഞാൽ സംഘത്തിന്റെ ഉപദേശം മാറും. പക്ഷെ സഭയുടെ ഉപദേശം എന്ന് പറഞ്ഞാൽ രക്തത്തിന്റെ വിലയായ ഉപദേശമാണ്. മാറ്റണമെന്നും ഊരണമെന്നും ഇട്ടോളം പറയുന്ന വ്യവസ്ഥാപിതമായ ആ ആശയത്തിന് മാറ്റമില്ല. മാനുഷികമായിരിക്കുന്ന ഒരിടപാടുമില്ല. അതാണ്. അപ്പൊ നമ്മളിപ്പം നിൽക്കുന്നത് സംഘത്തിലാണോ സഭയിലാണോ എന്നൊരു തീരുമാനം എടുത്തേ. പാട്ട് 2ാം റൗണ്ട് വരുമ്പോൾ നമ്മളെ പിടിക്കാൻ 16 പേര് വേണം. താളവും മേളവും അതിൻ്റെ താളാത്മകതയും ബഹളാത്മകതയും എല്ലാം കൂടെ വരുമ്പം നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് ഒരുമാതിരി ഉന്മാദത്തിലായിട്ട് ഉണർവെന്ന് പേരിട്ട് നമ്മൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുക. നമ്മൾ സഭയിലാണോ സംഘത്തിലാണോ എന്ന് ചിന്തിക്കുക. ക്രിസ്തു എന്ന നേതാവിൻ്റെ കൂടെയാണോ അതോ ഒരു മാനുഷിക നേതാവിൻ്റെ പിണിയാളായിട്ട് പോവുകയാണോ? അദ്ദേഹത്തിൻ്റെ ഒരു കാവലാളായിട്ട് നിൽക്കുകയാണോ അതോ ക്രിസ്തുവിന് വേണ്ടി മാത്രം നിൽക്കുന്നയാളാണോ? നാം തിരിച്ചറിയണം. സംഘം, സഭ. ആത്മാവിൻ്റെ പ്രാപണത്തിന് മുൻപുള്ളത് സംഘമാണ്. ആത്മപ്രാപണം കഴിഞ്ഞാൽ പിന്നീട് ക്ഷമിക്കാൻ, സഹിക്കാൻ, വഹിക്കാൻ, പൊറുക്കാൻ, താങ്ങാൻ, പവിത്രം, പരിപാവനം, അനന്യം, നീതിയായിട്ടുള്ള ജീവിത മൂല്യങ്ങൾ സൂക്ഷിക്കുന്നവരാണ് സഭ. സംഘമല്ല സഭ, സഭയല്ല സംഘം. സംഘത്തിനകത്ത് പ്രമാണിത്വമാണ്, സഭയ്ക്കകത്ത് ആത്മാധിപത്യമാണ്, ആത്മാധിവാസം. കാരണം ഇതിനകത്ത് അധ്യക്ഷരെ നിയമിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോസ്തലപ്രവൃത്തി 20:28 വായിച്ചു നോക്കണം. ദൈവത്തിന്റെ സഭ, ക്രിസ്തു തന്റെ രക്തത്താൽ സമ്പാദിച്ച സഭ, പരിശുദ്ധാത്മാവ് അധ്യക്ഷരെ നിയമിക്കുന്ന സഭ. സംഘത്തിനകത്ത് പരിശുദ്ധാത്മാവിന് റോളൊന്നുമില്ലെന്ന്. സംഘത്തിനകത്ത് റോള് പ്രമാണിമാർക്കാണ്, അവരുടെ ഡ്രൈവർമാർക്കാണ്. നേതാവിനെ കൊണ്ടു നടക്കുന്ന ഡ്രൈവർ പറയുന്ന പോലെ കാര്യം നടക്കുന്നത്. ഇന്ന ഭാഷയെ നമുക്ക് ഉഗാണ്ടയിലോട്ട് മാറ്റാം, ഉഗാണ്ടയിലുള്ള ഭാഷയെ നമുക്ക് കാസർഗോട്ട് കൊണ്ടുവരാം, അങ്ങ് വയനാട്ടിൽ നിന്ന് നമുക്ക് പുള്ളി അങ്ങ് കളിക്കവളിലോട്ട് മാറ്റാം. ഇതാരാ പറയുന്നതെന്ന് അറിയാമോ? നേതാവിനെ കൊണ്ടുപോകുന്ന ഡ്രൈവർ പറയുന്നത് കേട്ടോണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കുറെ ഡ്രൈവർമാരും രക്ഷിക്കപ്പെടാത്ത കുറെ കമ്മിറ്റി അംഗങ്ങളൊക്കെ ഉണ്ട്. ദൈവസഭയെ മൂട്ടിച്ച് നാശമാക്കുകയാണ്. സംഘമാണ് അതെല്ലാം. സഭയ്ക്കകത്ത് ദൈവാധിപത്യം, സഭയ്ക്കകത്ത് ആത്മാധിപത്യം, സഭയ്ക്കകത്ത് ഉപദേശത്തിന്റെ വ്യവസ്ഥാപിതമായ നിലപാട്. നിരവധി സഭാ സംഘടനകളിൽ നിന്ന് കെട്ടുതാലി പൊട്ടിച്ച് ആഭരണം ഊരിക്കളഞ്ഞിട്ട് ലക്ഷങ്ങൾ വില വരുന്ന സ്വത്തെല്ലാം കളഞ്ഞിട്ട് പെന്തക്കോസ്ത് എന്ന് പറഞ്ഞ് ഓടിക്കേറി വന്നവരോടെല്ലാം നമ്മൾ തൊഴുതുകൊണ്ട് ക്ഷമ പറയണം.
അടിസ്ഥാന ഉപദേശത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലെന്നാ ഇപ്പൊ പറയുന്നേ. നേതാവിനെ ഏതാണ്ട് വാർദ്ധക്യം ബാധിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഇപ്പൊ പറയുക ഇട്ടാലും കുഴപ്പമില്ലെന്ന്, ഇട്ടാലും കുഴപ്പമില്ല. വിളിക്കും നേരം ആ പാട്ട് പാടാൻ നേരമായി. ദൂതർസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ എന്നുള്ള പാട്ട് പാടാൻ നേരമായപ്പോൾ പടക്കം പൊട്ടിക്കുക, ഇട്ടാലും കുഴപ്പമില്ല, ഊരേണ്ട കാര്യമൊന്നും ഇല്ലെന്ന്. എന്നെ ഗതികട നോക്കണം. സഭയെല്ലാവരും കൂടെ നയിച്ച് എവിടെ കൊണ്ടുവന്നെന്നറിയാമോ? സംഘത്തിലാക്കി. സഭ എവിടെയോ പോയി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരോട് ഞാൻ വളരെ ഭയത്തോടെ അപ്പം തന്നെ വളരെ എളിമയോടെ പറയാം, സംഘത്തിലേക്ക് ചുവട് മാറ്റി ചവിട്ടരുത്. സഭയിൽ തന്നെ നിൽക്കണം. നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ സഭയിൽ തന്നെ നിൽക്കണം. സഭയുടെ ഉപദേശം വ്യവസ്ഥാപിതമാണ്, അത് കാലാനുസൃതമായി മാറുന്നതല്ല. നേതാവ് മാറുന്നതനുസരിച്ച് ഉപദേശം മാറുന്നില്ലെന്ന് പഠിച്ചോണം. അതേറ്റവും പ്രധാനമായ കാര്യമാണ്, അതേറ്റവും ഗൗരവമായ കാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പം ആത്മപ്രാപണത്തിന് മുൻപ് നാം നിന്ന തട്ടകത്തിന്റെ പേരാണ് സംഘം. ആത്മപ്രാപണത്തിന് ശേഷം നാം നിൽക്കുന്ന തട്ടകത്തിന്റെ പേരാണ് സഭ. സഭ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഗ്രീക്ക് വേർഡൊന്നും എടുക്കാൻ നേരമില്ല. സഭയുടെ ഗ്രീക്ക് വേർഡ് എന്താണെന്നറിയാമോ? കുറിയക്കോൺ. കുറിയക്കോൺ, കൂറിയോസ് എന്ന് പറഞ്ഞ കർത്താവ്, കുറിയക്കോൺ എന്ന് പറഞ്ഞ കർത്താവിന്റെ വക, കർത്താവിന്റെ വകയെന്നാണ്. കർത്താവ് തന്റെ രക്തത്താൽ സമ്പാദിച്ച. നമ്മൾ ഈ പ്രസ്ഥാനം ഉണ്ടാക്കി, ടീം ഉണ്ടാക്കി, സെന്റർ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണം മുടക്കിയപ്പോഴുണ്ടായതായിരിക്കാം. കമ്പി, കട്ട, കല്ല്, സിമെന്റ്, പെയിന്റ്, അത് വെക്കാനുള്ള സ്ഥലം, ഇതൊക്കെ നമ്മൾ പണം മുടക്കി ഉണ്ടാക്കിയതാണ്. പക്ഷെ സഭ കർത്താവ് ഉണ്ടാക്കിയപ്പോൾ പ്രാണനാണ് മുടക്കിയത്. അതുകൊണ്ടാണ് കർത്താവിന്റെ വക എന്ന് പറയുന്നത്. ചില പറയുന്നത് കേട്ടില്ലേ, എൻ്റെ സെന്റർ, എൻ്റെ സഭ, എൻ്റെ ടീം, എൻ്റെ പ്രസ്ഥാനം, എൻ്റെ അപ്പൻ്റെ പ്രസ്ഥാനം, എൻ്റെ അമ്മാവിയപ്പൻ്റെ, എൻ്റെ പറയുന്നതിൻ്റെ കാര്യം എന്താ? പണം മുടക്കിയത് കൊണ്ടാണ്. പക്ഷെ കർത്താവ് ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറയുന്നത് പ്രാണൻ മുടക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് സഭ കർത്താവിൻ്റെതാണ്. ആ കർത്താവിൻ്റെ സഭ, അതാണ് കുറിയക്കോൺ എന്ന് പറയുന്നത്, കർത്താവിൻ്റേത്. അതിനെയാണ് ആ ഗ്രീക്ക് വേർഡ് സ്കോട്ടിഷ് ലാംഗ്വേജിലെത്തിയപ്പോൾ കുറിയക്കോൺ എന്നുള്ളത് ക്രിക്ക് എന്നായി. ആ ക്രിക്ക് ജർമ്മൻ ലാംഗ്വേജിലെത്തിയപ്പോൾ കർച്ച് എന്നായി. ജർമ്മനിലെ കർച്ച് എന്നുള്ളത് ഇംഗ്ലീഷിലെത്തിയപ്പോൾ ചർച്ച് എന്നായി. ചർച്ച് എന്നുള്ളതിന് ഉത്തമമായൊരു മലയാളം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഭാഷയിൽ നിന്നൊരു പദം അങ്ങ് എടുത്തതാ സഭ. സഭയെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആത്മീയമൊന്നുമല്ല. സഭയിൽ ആത്മീയമില്ലെന്നല്ലേ പറഞ്ഞത്. സഭ എന്ന പദം ആത്മീയമല്ല. സഭ എന്നുള്ള പ്രയോഗത്തിന്റെ അർത്ഥം മുമ്പേ പറഞ്ഞ പോലെ സംഘം, ഗ്രൂപ്പ്, സമിതി, കൂട്ടം എന്നൊക്കെ അർത്ഥമുള്ളൂ. കർത്താവിന്റെ വക, ചേർച്ച് എന്ന പദം തന്നെയാണ് നല്ലത്. മലയാളത്തിൽ അങ്ങനെ വേറെ പദം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ സഭ ഉപയോഗിക്കുന്നു. സഭ എന്ന പദം ആത്മീയമല്ലെന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം, ഈഴവ മഹാസഭ കേട്ടിട്ടുണ്ടോ? നായർ മഹാസഭ, ആദിവാസി ഗോത്ര മഹാസഭ കേട്ടിട്ടില്ലേ? അങ്ങനെ ഒത്തിരി സഭകളുണ്ട്. ഓക്കെ, ദളിത് മഹാസഭ, നിയമസഭ, ലോകസഭ, ഒത്തിരി സഭയുണ്ട്. ഇതിനിടയ്ക്ക് ദൈവസഭ. ഭാഷയുടെ പരിമിതിയാണത്. ഭാഷയിൽ നമുക്ക് നല്ല പദം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സഭയെന്ന് ഉപയോഗിക്കുകയാണ്. സത്യത്തിൽ പറയേണ്ടത് ചേർച്ച്. ചേർച്ച് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം കുറിയക്കോൺ. കുറിയക്കോൺ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താണ്? മനസ്സിലായില്ലേ? അടുത്തത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്ന്, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാഗ്ദത്തം. രണ്ടാമത്തേത് പരിശുദ്ധാത്മാവിന്റെ പ്രാപണം, 2-ാം അധ്യായം. മൂന്നാമത്തേത് പരിശുദ്ധാത്മാവിനാലുള്ള ശാക്തീകരണം. പരിശുദ്ധാത്മാവിനാലുള്ള ശാക്തീകരണത്തെക്കുറിച്ച് പറയാൻ ഒത്തിരി നേരം വേണം. 2-ാം അധ്യായത്തിൽ പത്രോസിന്റെ പ്രസംഗം, പരിശുദ്ധാത്മാവിനെ ശക്തി, അല്ലാതെ അദ്ദേഹം ഡിക്ഷണറി പഠിച്ചിട്ടോ കമന്ററി പഠിച്ചിട്ടോ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടോ ഒന്നും പ്രസംഗിച്ചല്ല. കൂടി വന്നിരിക്കുന്ന ജനതയുടെ സമ്മിശ്ര വികാരങ്ങൾ മനസ്സിലാക്കി ആത്മാവ് കൊടുത്ത ജ്ഞാനത്തിൽ എഴുന്നേറ്റ് നിന്ന് ഒരൊറ്റ പ്രസംഗം, ലോകം കേട്ട ആദ്യത്തെ പെന്തക്കോസ് പ്രസംഗമാണത്. പെന്തക്കോസ്തിന്റെ ശക്തി പ്രാപിച്ച ഒരാൾ പെന്തക്കോസ്തിന്റെ ശക്തിയോടുകൂടെ ആദ്യം നടത്തിയ പ്രസംഗമാണത്. എന്ന ഗംഭീര പ്രസംഗമാണെന്നറിയാം. അതാണ് പരിശുദ്ധാത്മാവിന്റെ ശാക്തീകരണം. 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, പിറവിയിലെ മുടന്തനായ ഒരുവനെ സൗഖ്യമാക്കുന്നു. 4-ാം അധ്യായത്തിൽ അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച ഇടം കുലുങ്ങുന്നു. 5-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം കാണിച്ച 2 അന്നേരം തട്ടിപ്പോകുന്നു. 6-7 അധ്യായത്തിൽ പരിശുദ്ധാത്മ നിറവുള്ള സ്തെഫാനോസിന്റെ ശക്തമായ ശുശ്രൂഷ. 6-ാം അധ്യായത്തിൽ അദ്ദേഹത്തോട് തർക്കിക്കാൻ വരുന്നവരൊക്കെ തോറ്റു തുന്നം പാടുന്നു. പരിശുദ്ധാത്മ ശക്തിയാണ്.
7-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മ പൂർണ്ണനായി നിന്നുകൊണ്ട് അദ്ദേഹം കർത്താവിന് വേണ്ടി ആദ്യത്തെ രക്തസാക്ഷിയായി മാറും. മനസ്സിലായില്ലേ? 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച ഫിലിപ്പോസ് ഐത്യോപ്യയിലെ ഒരു മന്ത്രിയോട് സുവിശേഷം അറിയിച്ച് അവനെ പൊക്കി അവന്റെ രാജ്യത്തോട്ട് കർത്താവിന്റെ ശിഷ്യനായിട്ട് അവനെ അയക്കുന്നു. 9-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി മേൽക്കുമേൽ പ്രാപിച്ച ശൗലിനെ നാം കാണുന്നു. 9:22 നോക്കണം. ശൗലു മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. കണ്ടില്ലേ? അപ്പൊ ഈ അധ്യായങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിന്റെ ശാക്തീകരണമാണ്. പിന്നീട് അങ്ങോട്ടുള്ള അധ്യായങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവ് പ്രാപിച്ച ദൈവദാസന്മാർ ശക്തരായി നിന്നുകൊണ്ട് കർത്താവിന്റെ രാജ്യത്തിൽ, അന്ന് റോമൻ ആധിപത്യ വ്യവസ്ഥിതിയുണ്ട്, യഹൂദ മത ആധിപത്യ വ്യവസ്ഥിതിയുണ്ട്, ജാതീയമായിരിക്കുന്ന സംഘശക്തികളുണ്ട്. എഫെസോസിലും അങ്ങ് തെസ്സലോനിക്കയിലും കൊരിന്തിലെ കലാപമൊക്കെ വായിച്ചിട്ടുണ്ട്. 18-ാം അധ്യായം 19-ാം അധ്യായം. എഫെസോസിലെ കലാപം വായിച്ചില്ലേ? 19-ാം അധ്യായം. അർത്തമീസ് മഹാദേവിക്ക് വേണ്ടിയുള്ള ഭൂമികയിൽ ഇവർ വന്ന് സുവിശേഷം പ്രചരിപ്പിച്ചിട്ട് ദേവി ഒന്നുമല്ല എന്ന് പറയുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര കലാപമുണ്ട്. 18-ൽ കൊരിന്തിലെ കലാപം, 19-ൽ എഫെസോസിലെ കലാപം. പക്ഷെ ഈ കലാപത്തിൽ എല്ലാം നിവരെ നിൽക്കുന്ന ദൈവദാസന്മാരെ നമ്മൾ കാണുന്നുണ്ട്. അത് പരിശുദ്ധാത്മ ശക്തിയുടെ പ്രാപണമാണ്. ഈ കാലഘട്ടത്തിൽ ദൈവസഭ കലാപകലുഷിതമായ അവസ്ഥയിലേക്ക് പോകുമ്പോൾ, ലോകം സോഷ്യൽ മീഡിയയിലൂടെ പെന്തക്കോസ്തിനെ അധിക്ഷേപിക്കുമ്പോൾ, നേതൃത്വ നിരയെ അധിക്ഷേപിക്കുമ്പോൾ, കാട്ടിക്കൂട്ടുന്ന ഓരോ വൃത്തികേടുകൾ നിമിത്തം ആളുകൾ വല്ലാതെ ഇതിനെ അപഹസിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. ആത്മശക്തി വ്യക്തിപരമായി പ്രാപിച്ചെടുത്തുകൊണ്ട് ആത്മാവ് നൽകുന്ന വിശേഷ ദർശനം അനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. സംഘത്തോടുകൂടെ നിൽക്കുന്നതിനകത്ത് ഒരു കഥയുമില്ല. ഇവിടെ സ്ഥാനവും മാനവും, സെക്രട്ടറി ആകുക, പ്രസിഡന്റ് ആകുക, ഖജാൻജി ആകുക, കമ്മിറ്റി അംഗമെങ്കിലും ആകുക, അതിനുവേണ്ടി കിടന്ന് ആ കിണഞ്ഞ് പരിശ്രമിക്കുന്ന ശ്രമങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് വിശുദ്ധിയോടെ വേർപാടോടെ ആത്മശക്തി പ്രാപിച്ചെടുത്തുകൊണ്ട് ഒറ്റയാനായി നിൽക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. മനസ്സിലായില്ലേ? പരിശുദ്ധാത്മ ശാക്തീകരണമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുക. പരിശുദ്ധാത്മ ശാക്തീകരണം എന്ന് ഞാൻ പറയുമ്പോൾ 8-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനുള്ള സാക്ഷീകരണമാണ്. സാക്ഷീകരണം അത് 13-ലും 14-ലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 13ആണല്ലോ ഞാൻ വായിച്ച കുറിവാക്യം കിടക്കുന്ന. 13-ാം അധ്യായത്തിൽ പൗലോസിന്റെ ഗംഭീര പ്രഭാഷണമാണ്, സാക്ഷീകരണമാണ്. 13-ലും 14-ലും 14-ൽ സാക്ഷീകരണം നടത്തിയവനെ എറിഞ്ഞ് തറയിൽ കളഞ്ഞു, മരിച്ചു. അവരെ ശവം വലിച്ച് ടൗണിന് വെളിയിൽ കൊണ്ട് കളഞ്ഞു, നഗരത്തിന് വെളിയിൽ കൊണ്ട് ഇട്ടു. പട്ടിയും പൂച്ചയും കഴുതയുമൊക്കെ ചാകുന്നുണ്ട് വലിച്ചുകൊണ്ട് ഇടുന്ന മുനിസിപ്പാലിറ്റി വലിച്ചുകൊണ്ട് പോകുമ്പോൾ പിന്നെ അതുപോലെ ആ ബോഡി അവിടെ കൊണ്ടിട്ടു. ആരുടെയാ? സാധാരണക്കാരനല്ല, അപ്പോസ്തലനായ പൗലോസിന്റെ ബോഡി അവിടെ കൊണ്ട് കളഞ്ഞു. അപ്പോസ്തലൻ ഒരുവനെ അങ്ങനെ കൊണ്ട് കളഞ്ഞപ്പോൾ ബാക്കി സഹോദരന്മാർ വട്ടം നിന്നു എന്ന് വായിക്കുന്നു. 14:19 നിങ്ങൾ വായിച്ചു നോക്കണം. അപ്പോസ്തലപ്രവൃത്തി 14:19 വട്ടം നിന്നു. അപ്പോൾ പൗലോസ് എഴുന്നേറ്റു. വീണുപോയവന്റെ വട്ടം നിൽക്കാൻ ആളുണ്ടോ? അവൻ എഴുന്നേക്കും. താണുപോയവന്റെ വട്ടം നിൽക്കാൻ ആളുണ്ടോ? ശാരീരികമായ ബലക്ഷയം സംഭവിച്ചവന്റെ, സാമ്പത്തിക ബലക്ഷയം സംഭവിച്ചവന്റെ വട്ടം നിൽക്കാൻ ആളില്ലാത്തതാണ് ഇന്നത്തെ ഏറ്റവും വലിയ കാര്യം. വീണുപോയവനെ പിന്നെ അവിടെ ഇട്ട് ചവിട്ടുക എന്നുള്ളതാണ്. പക്ഷേ വീഴ്ച സംഭവിച്ചവന്റെ വട്ടം നിൽക്കാൻ കഴിയണം. അങ്ങനെ നിൽക്കാൻ കഴിഞ്ഞാൽ അവൻ എഴുന്നേറ്റ് വരും. എഴുന്നേറ്റ് വരുന്നത് ഗംഭീരമായ അനുഭവത്തോടു കൂടിയാണ്. അപ്പം ശാക്തീകരണം പ്ലസ് സാക്ഷീകരണം അത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വേറൊരു ചിന്ത കൂടെ ഞാൻ തരാം. പരിശുദ്ധാത്മാവിനാലുള്ള നിയമനം, 13-ന്റെ 2-ാം വാക്യം. പരിശുദ്ധാത്മാവിനാലുള്ള നിയമനം 2-3 വാക്യം. ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി ശൗലിനെയും ബർന്നബാസിനെയും വേർതിരിപ്പീൻ എന്ന് കമ്മിറ്റി പറഞ്ഞു എന്നല്ല, പരിശുദ്ധാത്മാവ് പറഞ്ഞു. പരിശുദ്ധാത്മാവ് പറഞ്ഞു. എത്ര ശ്രേഷ്ഠമാണ് ആ ചിന്ത! പരിശുദ്ധാത്മാവ് പറഞ്ഞു എന്നുള്ളത്. നിയമനം പരിശുദ്ധാത്മാവിനാൽ. അപ്പൊ പരിശുദ്ധാത്മാവ് അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമുള്ളതല്ല, പരിശുദ്ധാത്മാവിന്റെ നിയമനത്തെ പ്രാപിക്കും. ഇനി 4-ാം വാക്യത്തിൽ വേറൊരു ചിന്ത ഞാൻ തരാം, പഠിച്ചോണം നിങ്ങൾ. ഞാനിത് തൊട്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, വിവരിക്കുന്നില്ല. എൻ്റെ സ്കൾട്ടൻ മാത്രം തരിക, നിങ്ങളതിനെ വിശാലമാക്കണം. 13-4 പരിശുദ്ധാത്മാവ് അയക്കുന്നു. അയക്കുന്ന പരിശുദ്ധാത്മാവ്. എന്നാ അനുഭവമാണത്! അയക്കുന്ന പരിശുദ്ധാത്മാവ്. എവിടോട്ട് പോകണം? നമ്മളെങ്ങോട്ടെങ്കിലും ചാടിപ്പോവുകയല്ല. ഗൾഫിൽ ആരണ്ട് വിളിച്ചു, അമേരിക്കയിൽ ആരണ്ട് വിളിച്ചു, UK ആരണ്ട് വിളിച്ചെന്ന് പറഞ്ഞ് നമ്മൾ ചാടിപ്പോവുകയല്ല. നമ്മളെ പരിശുദ്ധാത്മാവ് അയക്കണം, എങ്കിലും ശുശ്രൂഷ വെളിപ്പെടുകയുള്ളൂ. അളിയൻ അവിടെ ഉണ്ട്, നാത്തൂൻ അവിടെ ഉണ്ട്, മച്ചാൻ അവിടെ ഉണ്ട്, മച്ചമ്പി അവിടെ ഉണ്ട്, ഉപ്പാപ്പൻ അവിടെ ഉണ്ട്, ഞാൻ പഠിപ്പിച്ച പിള്ളേർ അവിടെ ഉണ്ട്, മോൾ അവിടെ ഉണ്ട്, മരുമോൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചാടി പോകേണ്ട കാര്യമൊന്നുമില്ല. ദൈവം നമ്മളെ അയക്കണം. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ടവർ സെലൂക്കയിലേക്ക്. ആത്മാവ് പറഞ്ഞിട്ട് പോകുന്ന എത്ര പേരുണ്ട്?
കവലയിലേക്ക്, പെരുവഴിയിലേക്ക്, പട്ടണപ്രാന്തങ്ങളിലേക്ക്, കോളനികളിലേക്ക്, നഗര കവാടങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് അയക്കണം. എഫെസോസിനും തെസ്സലോനിക്കയിൽ നിന്ന് ബരോവയിലേക്ക്, ക്രേത്തയിലേക്ക്, അഥേനയിലേക്ക്, പിസിദ്ധിയിലെ അന്ത്യോക്യയിൽ, സിറിയയിലെ അന്ത്യോക്യയിലേക്കൊക്കെ വെറുതെ അങ്ങ് പോയതല്ല. വിസ കിട്ടിയത് കൊണ്ട് അങ്ങ് പോയതല്ല. ആരാണ്ട് വിസ എടുത്തു കൊടുക്കാൻ ഉണ്ടായിരുന്നുകൊണ്ട് പോയതല്ല. പരിശുദ്ധാത്മാവ് അയച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? പോയിടത്തെല്ലാം സഭ സ്ഥാപിതമായി. ആ സ്ഥാപിതമായ സഭയെല്ലാം വ്യാപകമായി. അവിടെയെല്ലാം യേശുവിന്റെ സുവിശേഷം ശക്തമായി വ്യാപിക്കപ്പെട്ടു. ഈ പൗലോസ് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് യെരുശലേമിൽ നിന്ന് സഭ വെളിയിലേക്ക് പോകുന്നത്. അതറിയാമോ? പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എല്ലാം കൂടെ ആഞ്ഞു കിടന്ന് പരിശ്രമിച്ചിട്ടും യെരുശലേമിൽ നിന്ന് സഭ വെളിയിലോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. ശമരിയയിലേക്ക് സഭയെ കൊണ്ടുപോകുന്നത് ഫിലിപ്പോസാണ്. 8-ാം അധ്യായം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി നിർബന്ധിച്ചിട്ടാണ് കൊർന്നല്യോസിന്റെ വീട്ടിലേക്ക്, കൈസരിയിലേക്ക് പത്രോസ് സുവിശേഷമായിട്ട് പോകുന്നത്. പക്ഷേ എഫെസോസിലും കൊലോസയിലും തെസ്സലോനിക്കയിലും ബരോവയിലും അഥേനയിലും ക്രേത്തയിലും പത്തരയിലും അങ്ങനെ എവിടെല്ലാം ദേശമുണ്ട്, അങ്ങ് ഇല്ലൂരിയ വരെ സുവിശേഷവുമായി പോകുവാൻ പൗലോസ് ഇറങ്ങിയപ്പോഴാണ്. അത് ആത്മാവ് അയച്ചിട്ട് പോയതാണ്. അപ്പൊ ആത്മാവിനാൽ അയക്കപ്പെടണം. അടുത്തത് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടണം. പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കണം. 16-ന്റെ 6 വാക്യം നോക്കിയേ. ഇവിടെ പ്രസംഗിക്കേണ്ടെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. എന്നെ വാക്യം അതൊക്കെ. എവിടെയെങ്കിലും പ്രസംഗിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ വേവ് കയറി നടക്കുക. പരിശുദ്ധാത്മാവ് പറയുന്നു ഇവിടെ പ്രസംഗിക്കണ്ട. പരിശുദ്ധാത്മാവ് പറഞ്ഞു പ്രസംഗിക്കണ്ട. ആ വിലക്ക് മനസ്സിലാക്കാനുള്ള ആത്മബോധം പൗലോസിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തെ കുമ്പിടുന്നു. ആ ഒരു തിരിച്ചറിവ് നമ്മളെയൊക്കെ സാധാരണ രീതിയിൽ ഇവിടെ പ്രസംഗിക്കേണ്ടെന്ന് പരിശുദ്ധാത്മാവ് പ്രസംഗിക്കേണ്ടെന്നൊരു വിലക്കുണ്ടായാൽ അത് ആരുടെ വിലക്കായിരിക്കുമെന്നാണ് നമ്മുടെ സാധാരണ ഒരു തിയോളജി. പ്രിയമുള്ളവരെ, നമ്മളോട് പ്രസംഗിക്കാൻ വന്നു, പക്ഷേ ഇപ്പോൾ ഒരു ആലോചന കിട്ടി ഇവിടെ പ്രസംഗിക്കേണ്ടെന്ന്. ആ ആലോചന തികച്ചും പിശാചിന്റെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് വട്ടം നിന്ന് കൈകളെ കോർത്തു പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രസംഗത്തിനെതിരെ പോരാടുന്ന ആ പോരാട്ടത്തെ, ആ കെട്ടിനെ നമുക്ക് പൊട്ടിക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മളോട് യോഗം നടത്തി പ്രാർത്ഥിച്ച് അവസാനം തല്ലും കൊണ്ട് തിരിച്ചു പോരും. പക്ഷെ പ്രസംഗിക്കണ്ട എന്നൊരു വിലക്ക് വന്നപ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെതാണെന്ന് പൗലോസിന് മനസ്സിലായി. അതെന്നെ ആത്മീയതയാണ് ചിന്തിക്കുക. അതാണ് ഭയങ്കര ആത്മീയത. പരിശുദ്ധാത്മാവ് വിലക്കിയതാണ്. പ്രസംഗിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ലേ, പ്രസംഗിക്കാൻ വേണ്ടി ആത്മാവ് അയച്ചെന്നല്ലേ നമ്മൾ വായിച്ചത് 13-4. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇവിടെ പ്രസംഗിക്കണം. പിന്നെ ഇവിടെ എന്നാ പിന്നെ അടുത്തൊരു സ്ഥലം അവർ തന്നെ ഓപ്ഷൻ കണ്ടെത്തുകയാണ്. മിസ്യ കടന്ന് ബിഥുന്യയിലെത്തി. അതിന്റെ തൊട്ട് താഴത്തെ വായിക്കണം, 16-7-8 വാക്യം വായിക്കണം. മിസ്യ കടന്ന് ബിഥുന്യയിലെത്തിയപ്പോൾ യേശുവിന്റെ ആത്മാവ് പറഞ്ഞു, നോ, ഇവിടെ അല്ല, പാക്കപ്പ് ആൻഡ് ഗോ, ഇവിടെയും പ്രസംഗിക്കണ്ട. എന്നാൽ പിന്നെ എവിടെ വേണമെന്നുള്ളത് രാത്രി മുഴുവനും ത്രോവാസി പോയിരുന്ന ഒറ്റ പ്രാർത്ഥന, ഓൾ നൈറ്റ് പ്രയർ. അപ്പോഴാണ് ദർശനം കിട്ടിയത്. മക്കദോന്യയിൽ നിന്ന് ഒരാൾ വന്ന് വിളിക്കുക, ഞങ്ങളെ വന്ന് സഹായിക്കുക. അങ്ങനെയാണ് യൂറോപ്പിലേക്ക് സുവിശേഷം കൊണ്ട് കയറുന്നത്. അപ്പം നമ്മൾ എവിടെയെങ്കിലും പോയി പ്രസംഗിച്ചാൽ പോരാ, എവിടെ പ്രസംഗിക്കണം, എന്ത് പ്രസംഗിക്കണം, ആരോട് പ്രസംഗിക്കണം എന്നുള്ളത് പരിശുദ്ധാത്മാവ് നിയോഗിക്കണം. അതാണ് നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവ്. നമുക്ക് ആകെപ്പാടെ പരിശുദ്ധാത്മാവായിട്ടുള്ള ഒരേ ഒരു ബന്ധം പാട്ടിന്റെ താളത്തിനടുത്ത് അന്യഭാഷ പറയുക എന്നുള്ളത്. അതുമാത്രം പോരാ. പരിശുദ്ധാത്മാവ് നമ്മളെ നിയമിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ അയക്കണം. പരിശുദ്ധാത്മാവ് അയച്ചെടുത്തെല്ലാം നമ്മളെ നിയന്ത്രിക്കണം. അടുത്ത വേറൊരു 13-ലേക്ക് വീണ്ടും നമുക്ക് മടങ്ങി വരാം. 13-9 പരിശുദ്ധാത്മ പൂർണ്ണത പ്രാപിക്കണം. ചില പോരുകളും ചില പടകളും ചില പ്രതിസന്ധികളുമുണ്ട്. ആ പ്രതിസന്ധികൾക്ക് മുമ്പിൽ കൂച്ചുവിലങ്ങിടപ്പെടരുത്. നമ്മുടെ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ നിർത്തുന്നതിന്റെ പ്രസംഗം, ഇനി വിളിക്കുമ്പോൾ വരാം, ഇപ്പം നിർത്ത് എന്ന് പറയുന്ന ചില മന്ത്രവാദ പോരുകളുണ്ട്. ചില ആഭിചാരത്തിന്റെ ബന്ധനങ്ങളുണ്ട്. മതി നിന്റെ ശുശ്രൂഷ, മതി നിന്റെ ടീം പ്രവർത്തനം, നിന്റെ സഭാപ്രവർത്തനം ഈ നാട്ടിൽ മതി, ഈ മണ്ണ് എന്റേതാണ്, ഈ ദേശം എന്റേതാണ്, ഇവിടുത്തെ ജനത എന്റേതാണ്, നിന്റെ ഇടപാട് മതി എന്ന് പറയുന്ന ചില യേശു എലിമാസ് എന്ന വിദ്വാൻ, മന്ത്രവാദമാണ് അവന്റെ കുലത്തൊഴിൽ. 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ഈ ഗവർണർ എന്ന് പറയുന്ന സെർഗ്യൂസ് പൗലൂസിനോട് സുവിശേഷം അറിയിക്കാൻ ഒരു അവസരം കിട്ടി. അദ്ദേഹത്തിന്റെ കോൺഫറൻസ് ഹാളിൽ പൗലൂസ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മന്ത്രവാദി എഴുന്നേറ്റ് എന്ന് പറയുക, മതി പ്രസംഗം, നിർത്ത്. നമ്മളായിരുന്നെങ്കിൽ വിസിറ്റിംഗ് കാർഡും കൊടുത്തിട്ട് അന്നേരം പോരത്തേ ഉള്ളൂ. എന്നാൽ പിന്നെ സാറ് സമയം കിട്ടുമ്പോൾ വിളിച്ചാട്ടെ, ഞാൻ വരാം, ഞാൻ എപ്പോഴും ഫ്രീയാണ്. ആ വിസിറ്റിംഗ് കാർഡിനകത്ത് 2-3 നമ്പറുണ്ട്. അതിൽ ഞാൻ ടിക്ക് ചെയ്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാലേ എന്നെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഓഫീസിൽ ആരെങ്കിലും ആയിരിക്കും എടുക്കുക. നമുക്ക് തമ്മിൽ സംസാരിക്കണ ടിക്ക് ചെയ്ത നമ്പർ, വിസിറ്റിംഗ് കാർഡിനകത്ത് ടിക്ക് ചെയ്ത നമ്പറുണ്ട്. ഇതൊക്കെ കൊടുത്തിട്ട് നമ്മൾ പോരത്തേ ഉള്ളൂ. പക്ഷേ പൗലോസ് എന്താ ചെയ്തേ? പ്രസംഗം ഇങ്ങനെ കത്തിക്കാളി നിൽക്കുകയാണ്. ഗവർണർ മാനസാന്തരപ്പെടുന്ന വക്കിലേക്ക് വന്നു. അന്നേരമാണ് മന്ത്രവാദി കയറി വിലക്കുന്നത്.
പൗലോസ് ആത്മപൂർണനായി എന്ന് വായിക്കുന്നു. പൗലോസ് ആത്മപൂർണനായി. ആത്മപൂർണനായ പൗലോസ് മന്ത്രവാദിയുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഹേ സകല കപടവും ധൂർത്തും നിറഞ്ഞ പിശാചിന്റെ മകനെ, സർവനീതിയുടെയും ശത്രുവേ, ദൈവത്തിന്റെ പ്രവൃത്തികളോട് മത്സരിക്കുന്ന മതിയാക്കത്തിലെ അടങ്ങ്. ഒറ്റ ഭത്സനം. അന്നേരം അവന്റെ കണ്ണിന്റെ ഫിലമെന്റ് പോയി. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടത് ഇതിനു വേണ്ടിയാണ്. തമ്മിലടിക്കാനല്ല, കസേര കളിക്കാനല്ല, പാനൽ കളിക്കാനല്ല. നമ്മുടെ ശുശ്രൂഷയ്ക്കെതിരെ പോരാടുന്ന ദുഷ്ടാധിപത്യ വ്യവസ്ഥിതികളോട്, ദേശത്തിന്റെ അതീശത്വ ശക്തികളോട്, കാലപ്പഴക്കമുള്ള ചില കുടിയിരുപ്പുകളോട്, നമ്മളെ കൂച്ചുവിലങ്ങിടുമെന്ന് അവകാശവാദം മുഴക്കുന്ന ചില ദുഷ്ട ദേവതമാരോട്, ദേവന്മാരോട്, മൂർത്തികളോട് തൻ്റെ ഇടത്തോടെ നിന്ന് അടങ്ങെന്ന് പറയാനാണ് പരിശുദ്ധാത്മശക്തി. അത് ഏറ്റവും അനിവാര്യമാണ്. ആ ആത്മശക്തി നമുക്ക് കിട്ടുമ്പം എന്തോ ഊരണം, എന്തോ ഊരണ്ട, എന്തോ വേണം, എന്തോ വേണ്ട, എന്ത് തള്ളണം, എന്ത് കൊള്ളണം, എവിടെ പോകണം, എവിടെ പോകണ്ട, ആരോടുകൂടെ വേണം, ആരോടുകൂടെ വേണ്ട, ടീമിൽ ആരൊക്കെ വേണം, ടീമിൽ ആരൊക്കെ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് നമുക്ക് ഉറയ്ക്കാൻ പറ്റും. അതിന് കമ്മിറ്റി ഒന്നും കൂടേണ്ട കാര്യമില്ല. ആത്മാവ് നമ്മുടെ അകത്തങ്ങനെ ആദിവാസം ചെയ്താൽ മതി. ഉപദേശത്തിന്റെ സ്ഥായിയായ കാര്യങ്ങളൊക്കെ ആത്മാവിനെ, പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. 15-28 വാക്യം നോക്കിക്കേ. നിർത്തുകയാണ് ഞാൻ എൻ്റെ വാക്ക്. 15-28 എത്ര ഗംഭീരമാണെന്നറിയാം. ശ്വാസം മുട്ടിച്ചത്തത്, വിഗ്രഹാർപ്പിതം, പരസംഗം എന്നിത്യാദി കാര്യങ്ങൾ വർജിക്കണം എന്നല്ലാതെ അധികമായതൊന്നും നിങ്ങളുടെ മേൽ വയ്ക്കരുതെന്ന് ഞങ്ങൾക്ക് തോന്നിയെന്നല്ല, പരിശുദ്ധാത്മാവിന് തോന്നിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിനും പിന്നെ ഞങ്ങൾക്കും. നമ്മളല്ലേ എന്തോ എഴുതേനെ, ഞങ്ങൾക്കും പിന്നെ പരിശുദ്ധാത്മാവിനും. ആദ്യം ഞങ്ങളാ, പിന്നെ പരിശുദ്ധാത്മാവും. പക്ഷെ ആ ഓർഡർ കണ്ടോ? പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. സഭാധ്യക്ഷന്മാർ എഴുതിയ കുറിപ്പാണ് അവിടെ വായിക്കുന്നത്. 15-28. ഇന്ന് പരിശുദ്ധാത്മാവിന് റോൾ വല്ലതും ഉണ്ടോ കമ്മിറ്റിയിൽ? സഭയുടെ എക്സിക്യൂട്ടീവിലും ജനറൽ കമ്മിറ്റിയിലും സെൻട്രൽ കമ്മിറ്റിയിലും വിഭാഗീയത കമ്മിറ്റിയിലൊക്കെ പരിശുദ്ധാത്മാവിനുള്ള റോളും ഉണ്ടോ? ഇല്ല. ഞങ്ങൾ തീരുമാനിച്ചു, അത്ര തന്നെ. പരിശുദ്ധാത്മാവോ? അധ്യക്ഷനാക്കി വെച്ചത് പരിശുദ്ധാത്മാവാ. പരിശുദ്ധാത്മാവിനെ പുറത്താക്കിയിട്ട് കതവ് അടച്ചിട്ടാണ് ഇപ്പം അകത്ത് പരിപാടി നടക്കുന്നത്. അതിലേക്ക് സഭ അതപ്പതിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ വ്യവസ്ഥാപിതമായ ഉപദേശ സത്യങ്ങളിൽ നിലകൊള്ളാൻ ദൈവം നമ്മെ എവരെയും സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവെന്ന പാഠം അപ്പോസ്തലത്തിൽ തീരുന്നില്ല. 1-2-3 വാക്യങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് തീരുന്നില്ല. പരിശുദ്ധാത്മാവ് വിഷയം ഇങ്ങനെ വിശാലമായി കിടക്കുകയാണ്. ആത്മാവെന്ന ന്യൂമാറ്റോളജി, പരിശുദ്ധാത്മാവെന്ന വിഷയത്തെ വ്യക്തിപരമായി ഓരോരുത്തരും പഠിക്കണം. ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരും പരിശുദ്ധാത്മാവിൻ്റെ കാലത്തിലാണ് നാം നിൽക്കുന്നത്. സഭാകാലം പരിശുദ്ധാത്മ യുഗത്തിലാണ്. അതുകൊണ്ട് തന്നെ പുനരാഗമനം അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവുമായി എസ്തേർ ഗെഹായി പറഞ്ഞതല്ല അതൊന്നും എടുത്തില്ല എന്ന് വായിക്കുന്ന പോലെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്കനുസരിച്ച് മാത്രം നിലകൊണ്ട് മുൻപോട്ട് പോകാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഇങ്ങനെയൊരു ശുശ്രൂഷയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാനും വിവിധമായ കാര്യങ്ങൾ പൂർണ്ണതയില്ലാതെ അതെന്നെ ഭാഗികമായി പറഞ്ഞ് ഈ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. അതിനവസരം നൽകിയ കർത്തൃദാസനോട് ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും വഹിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.